RCM സിസ്റ്റത്തെ സംബന്ധിച്ച് അറിവുകൾ എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട്, എല്ലാ ദിവസവും മീറ്റിംഗ് ഉണ്ടാവും. സോ നോട്ട് ദിസ്, ദർ വിൽ ബി അനദർ ഓപ്പർച്യൂണിറ്റി. ഓൾവേസ് ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി വെയിറ്റിംഗ് അറ്റ് ദ അതർ എൻഡ്. അതാണ് ഈ സിസ്റ്റത്തിന്റെ ബ്യൂട്ടി അല്ലെ. ഞാൻ ഏകദേശം ഈ സിസ്റ്റത്തെ പറ്റി 2007 കേട്ട ആളാണ്. അന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു പ്രായമൊന്നും ആയിരുന്നില്ല. പക്ഷെ കോളേജ് കാലഘട്ടമായപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നു. പക്ഷെ അതെന്റെ ചോയ്സ് ആയിരുന്നു, ഇത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പോയി. പക്ഷെ ഇന്ന് തിരിച്ചു വന്നു. അപ്പോ ഏറെക്കുറെ 13 കൊല്ലത്തോളം ഈ സിസ്റ്റത്തിൽ നിന്ന് മാറി നിന്ന ഒരാൾ നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും, RCM സിസ്റ്റം അന്നും ഇന്നും ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. അന്ന് തന്നിരുന്ന ഓപ്പർച്യൂണിറ്റിയെക്കാളും കൂടുതലാണ് ഇന്ന് തന്നിരിക്കുന്നത്. അപ്പോ കാത്തിരിക്കാൻ നമ്മൾ റെഡി ആവേണ്ട ആവശ്യമില്ല. ഈ സിസ്റ്റം നമുക്ക് വേണ്ടി കാത്തിരിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു ഏരിയയിലേക്ക് ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് മിസ്സായാലും ഇറ്റ്സ് നോ പ്രോബ്ലം, ഇറ്റ്സ് ഗോയിങ് ടു ബി റെക്കോർഡഡ്. പക്ഷെ ഫിസിക്കലി നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു അറ്റൻഷൻ, ആ ഒരു സമയത്ത് കിട്ടുന്ന ശ്രദ്ധ, അത് നമുക്ക് ഒരിക്കലും ഒരു റെക്കോർഡഡ് സെഷൻ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടീമിൽ ആരെങ്കിലും ലൈക്ക് ഇഫ് പോസിബിൾ നിങ്ങൾക്ക് പറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഒന്ന് വിളിച്ച് ഇന്നത്തെ സെഷനിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഗുണകരമായിരിക്കും. പ്രത്യേകിച്ച് പുതിയ ആൾക്കാർ. കാരണം നമുക്കൊരു ഗൈഡ് ലൈൻ ഉണ്ട് അല്ലെ. ഏതൊരു കാര്യത്തിനും നമുക്കൊരു ഗൈഡ് ലൈൻ ഉണ്ട് ചെയ്യുന്നതിന്. അപ്പൊ അതേപോലെ തന്നെ ഈ സിസ്റ്റത്തിന് നമുക്കൊരു ഗൈഡ് ലൈൻ ഉണ്ട്. ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പുകൾ എങ്ങനെയായിരിക്കണം, ഏത് പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകണം എന്നുള്ളതൊക്കെ. അപ്പൊ അതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നന്നായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന, നല്ല രീതിയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് കുഴപ്പമില്ല, അവരും ഇത് കേൾക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ, നമുക്ക് ഇതിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ പരിമിതമാണ്. അതൊരു സെറ്റ് ഓഫ് പ്രോസസ്സുകളായിട്ട് നമ്മുടെ കമ്പനി സിസ്റ്റമായിട്ട് ഇറക്കിയിട്ടുണ്ട്. ആ സിസ്റ്റം ഡെയിലി നമ്മൾ ചെയ്യണം. അത് ഒന്നരാടം ചെയ്തിട്ട് കാര്യമില്ല. ഒരു മാസം ഇടവിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഒരാഴ്ച ഇടവിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇറ്റ്സ് ഗോയിങ് ടു ബി എ കണ്ടിന്യൂസ് പ്രോസസ്, ഡെയിലി പ്രോസസ്. അപ്പൊ ആ ഒരു ബേസിക്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കൊക്കെ നമ്മൾ തിരിച്ചു വരണം. കാരണം എപ്പോഴും നമ്മുടെ ലീഡേഴ്സ് പറയാറുണ്ട്, RCM ഈസ് വെരി സിമ്പിൾ ബട്ട് നോട്ട് ഈസി. വെരി സിമ്പിൾ എന്ന് പറയാനുള്ള കാരണം വേറൊന്നുമല്ല, കാരണം ഇതിൽ ചെയ്യാനുള്ള സെറ്റ് ഓഫ് കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈസി അല്ല എന്ന് പറയാനുള്ള കാരണം വേറൊന്നുമല്ല, അത് ചെയ്യാനാണ് ഏറ്റവും പാടെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല. കാരണം ഒരേ കാര്യം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ബോറടിക്കും അല്ലെ. ഒരു ബോറടിയും കൂടാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് റിസൾട്ട് കിട്ടുള്ളൂ. അത് ഈ ഒരു കാര്യം എന്നല്ല, ഏതൊരു കാര്യം. നിങ്ങളൊരു കാര്യത്തിൽ നല്ല കഴിവുള്ള ഒരാളാണെങ്കിൽ അതിൽ നിങ്ങളുടെ കഴിവ് കൂട്ടാൻ ഒറ്റ വഴിയുള്ളൂ, ആ കാര്യത്തെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക. ഉസൈൻ ബോൾട്ട് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മനുഷ്യൻ ആവാനുള്ള കാരണം 11 കൊല്ലത്തെ അദ്ദേഹത്തിന്റെ ഡെയിലി റൂട്ടീൻ ഒന്ന് തന്നെയായിരുന്നു. ബോറടിച്ചു, പല ദിവസം വിചാരിച്ചു ഇത് വേണ്ട, കാലിലൊക്കെ മസിലുകൾ ഇങ്ങനെ പെരുത്ത് കയറി അവിടെ സ്പ്രെയിൻ ഒക്കെ വന്നു തുടങ്ങി. പക്ഷേ ഒരേ കാര്യം തന്നെ നിരന്തരമായി ചെയ്തപ്പോൾ അതിൽ അദ്ദേഹം ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് മാറി. അപ്പൊ ഈ സിസ്റ്റത്തിലും നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് കമ്പനി സിസ്റ്റമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ ഇത് ഈസി അല്ല എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ആ റിപ്പറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് ബോറടിച്ച് തുടങ്ങും. ബോറടിച്ച് തുടങ്ങാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതിനൊരു ശീലമാക്കി മാറ്റണം. അപ്പൊ അതിന് ഏതൊക്കെ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്ക് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പൊ അധികം സമയം ഞാൻ എടുക്കില്ല. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു പ്രസന്റേഷൻ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയത്തിന്റെ പേരാണ് അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ്. ഇത് കാണേണ്ട പ്രോസസ്. അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യവും ഒരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ കൃത്യം 9 മണിക്ക് ഓഫീസിൽ എത്തണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ദിനചര്യയിൽ നമ്മളൊരു പ്രോസസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും, ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, വാഷ്റൂമിൽ പോകുന്നു, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഡ്രസ്സ് ചെയ്യുന്നു, താഴത്ത് വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇന്ന ടൈമിന് ഇറങ്ങണം, ഇന്ന ടൈമിൽ ബസ് സ്റ്റോപ്പിൽ എത്തണം, അവിടുന്ന് ഇന്ന ടൈമിൽ ഇന്ന ബസ് കയറണം. ഇതൊക്കെ ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇതേപോലെ നമ്മുടെ ലൈഫിൽ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഒരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതേപോലെ തന്നെയാണ് RCMലും. നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ചില പ്രോസസ്സുകൾ ഉണ്ട്. ആ പ്രോസസ്സ് സ്കിപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സമയത്ത് അതിന് കിട്ടേണ്ട നോളേജോ സ്കില്ലോ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് ഉണ്ടാവേണ്ട ആറ്റിറ്റ്യൂഡോ നമുക്ക് ഇല്ലാതെ പോകും. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകണ്ടേ എന്നുള്ളതാണ്. സോ ആദ്യം ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദിസ് ഈസ് നോട്ട് എ ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം അല്ലെങ്കിൽ ഈസി മണി സ്കീം. അതായത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്.
കാരണം നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റിയിട്ട് പൊതുവേ ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആൾക്കാർ അതിനെപ്പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരോട് പോയി പറയുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് ഉണ്ട്. ആ റെസ്പോൺസ് എന്ന് പറയുന്നത് തികച്ചും ഒരു 2011 കാലഘട്ടത്തിന് മുന്നേ ഈ സിസ്റ്റത്തെ പറ്റിയിട്ടുള്ള അവരുടെ സമീപനമാണ്. കാരണം അന്ന് ഒരുപാട് മണി ചെയിൻ കമ്പനികൾ ഉണ്ടായിരുന്നു. അപ്പൊ മണി ചെയിൻ ഏതാണ്, ഡയറക്ട് സെല്ലിംഗ് ഏതാണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്നൊന്നും അറിയാത്ത ഒരു കാലഘട്ടത്തിൽ അവർ ഫോം ചെയ്ത ഒരു മുൻധാരണയുണ്ട്, ഒരു പ്രിജുഡൈസ്ഡ് മൈൻഡ് ഉണ്ട്. ആ പ്രിജുഡൈസ്ഡ് മൈൻഡിന്റെ ബേസിസിലായിരിക്കും നമ്മുടെ ഉള്ളിലേക്കും സബ് കോൺഷ്യസ്ലി ഇത് വരിക. അപ്പൊ ഇതൊരു ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം ഒന്നല്ല. നിങ്ങൾ ഇന്ന് വന്നു നാളെ വരുമാനം, അല്ലെങ്കിൽ നാളെ ഒരു പണക്കാരനായിട്ട് മാറാം, അങ്ങനെയൊന്നുമല്ല. അതുപോലെ തന്നെ ഇത് ഈസി മണിയല്ല. നിങ്ങളൊരു 10 പേരെ കൊണ്ടുവന്നു, അതോട് കൂടിയിട്ട് നിങ്ങളുടെ പണി കഴിഞ്ഞു, നിങ്ങൾക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും, അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല. നിങ്ങളൊരു ജോലിക്ക് നിക്ഷേപിക്കുന്ന സമയവും അവിടെ കൊടുക്കുന്ന എഫേർട്ടും അതേ രീതിയിൽ തന്നെ നിങ്ങൾ RCM എന്ന പ്രസ്ഥാനത്തിലേക്ക്, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗിൽ ഏത് നല്ല പ്രസ്ഥാനത്തിലേക്ക് എടുത്താലും ആ ടൈമിൽ നിങ്ങൾക്ക് ജോലിയേക്കാളും കൂടുതൽ റിട്ടേൺസ് തരാൻ ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന ഒരു മേഖലയ്ക്ക് സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ വ്യത്യാസം. അല്ലാതെ നമ്മളൊരു ജോലിക്ക് കൊടുക്കുന്ന ഡെഡിക്കേഷനോ അല്ലെങ്കിൽ ഒരു എഫേർട്ടോ ഇവിടെ ആവശ്യമില്ല എന്നുള്ളതല്ല. അവിടെ എത്രത്തോളം സമയം നമ്മൾ കൊടുക്കുന്നോ, എത്രത്തോളം കൃത്യനിഷ്ഠത നമ്മൾ പാലിക്കുന്നോ, എത്രത്തോളം ഡെഡിക്കേഷൻ നമ്മൾ കൊടുക്കുന്നോ, അതേ ഡെഡിക്കേഷൻ RCM എന്ന ഈ സിസ്റ്റത്തിൽ നമ്മൾ കൊടുത്തേ പറ്റൂ. അപ്പൊ ഇതിനൊരു ജോലിയായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് അവിടെ കിട്ടുന്നേക്കാളും കൂടുതൽ റിട്ടേൺസ് കിട്ടുക. ഇതിനെ നമ്മൾ ഒരു സാധാരണ ഒരു എന്താ പറയുക ഇടക്കാലത്ത് വന്നു പോകുന്ന ഒരു ശീലമായിട്ടോ, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഒരു വിനോദമായിട്ടോ എടുത്തു കഴിഞ്ഞാൽ അവിടത്തേക്കാളും കുറഞ്ഞ വരുമാനമാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ജോലിയേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആരാവാൻ പാടില്ല, അലസന്മാരാവാൻ പാടില്ല, ഇൻഡിസിപ്ലിൻ പീപ്പിൾ ആവാൻ പാടില്ല. കാരണം ഇവിടെ നമുക്ക് നിയന്ത്രിക്കാൻ ഒരാളുമില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബോസ്. നിങ്ങൾ രാവിലെ എണീറ്റ് എത്ര മണിക്ക് വർക്കിന് പോകണം, എത്ര മണിക്ക് തിരിച്ച് വീട്ടിൽ കയറണം, ആരെ കാണണം, എപ്പോ കാണണം, എങ്ങനെ കാണണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാ? നമ്മളാണ്. അപ്പൊ ഈ സിസ്റ്റം മടിയന്മാർക്കും അതുപോലെ തന്നെ ഒരു ചിട്ടയും ശീലവും ഇല്ലാത്ത ആൾക്കാർക്കും പറ്റുന്ന ഒരു സിസ്റ്റം അല്ല. നിങ്ങൾക്ക് ചിട്ടയുള്ള ആളായിരിക്കണം, നിങ്ങൾ എനർജറ്റിക് ആയിട്ടുള്ള ആളായിരിക്കണം, എപ്പോഴും ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആളായിരിക്കണം. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു മനോഭാവമുള്ള ഒരാളായിട്ട് ഉള്ള ആൾക്ക് ഈ സിസ്റ്റം ചേരുള്ളൂ. അല്ലാത്തവർക്ക് ഇത് ചേരില്ല. കാരണം എന്നോട് പല രക്ഷിതാക്കളും പറയുന്ന ഒരു കാര്യമുണ്ട്, സാറേ മോനോടൊന്ന് പറയും ഈ സിസ്റ്റത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. എനിക്ക് അവരോട് പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ അവർ ഈ സിസ്റ്റമായിട്ട് ട്യൂൺ ആവണമെങ്കിൽ അവരൊരു ഡിസിപ്ലിൻഡ് ആളായിട്ട് ആവണം. അവരുടെ ഉള്ളിലുള്ള ആ മടി പോകണമെങ്കിൽ അവരൊരു ജോലിക്കാരനാവണം. അത് വേറെ ഒന്നും കൊണ്ടല്ല. ചിലപ്പോൾ ഈ ബിസിനസ്സിലേക്ക് നേരിട്ട് വന്ന് വളരെ സീരിയസ് ആയിട്ട് ഇതിനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരുപാട് പേരെ ഞാൻ കണ്ടെക്കണം എന്ന് വെച്ചാൽ ഒരു ലിബേർട്ടി ഉണ്ട്. നമുക്ക് എപ്പോ വേണമെങ്കിലും പോയാൽ മതി, അല്ലെങ്കിൽ ആരെ എപ്പോ വേണമെങ്കിലും കണ്ടാൽ മതി എന്നൊരു ലിബേർട്ടി ഇവിടെ എടുക്കാൻ പറ്റും. ആ ലിബേർട്ടി ഉള്ളതുകൊണ്ട് തന്നെ അലസത വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത്തരം പ്രവണതകൾ മാറണമെങ്കിൽ അവരൊരു ചട്ടക്കൂടിനുള്ളിൽ കുറച്ച് നാളെങ്കിലും വർക്ക് ചെയ്ത ആളാണെങ്കിൽ അത് അത്രയും ഗുണകരമാണ്. നമ്മുടെ 6 ബേസിക്സിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ആരെ ആദ്യം പോയി കാണണമെന്ന് പറയുമ്പോൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരെ, മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണണമെന്ന് പറയുമ്പോൾ അതിലെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, അയാൾക്ക് ഒരു ഫാമിലി ഉണ്ടായിരിക്കണം, അവരുടെ ഉത്തരവാദിത്തം ആൾ ഏറ്റെടുത്ത ആളായിരിക്കണം, ഒരു ജോലിയുള്ള ആളായിരിക്കണം. എന്തുകൊണ്ടാണ് ജോലിയുള്ള ആളാവണം എന്ന് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല, അവിടെ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. അവിടെ കാര്യങ്ങളുടെ എല്ലാ രീതിയിലുള്ള ഗൗരവം മനസ്സിലാക്കിയിട്ടാവും അവർ കാര്യങ്ങൾ ഏറ്റെടുക്കുക. അതുപോലെ തന്നെ വരും വരായികളൊക്കെ നോക്കിയിട്ടാവും തീരുമാനം എടുക്കുക. അവരെപ്പോഴും ഒരു എന്താ പറയുക പ്രോസസ്സിലൂടെ പോയ ആൾക്കാരായിരിക്കും. അങ്ങനെ പ്രോസസ്സിലൂടെ പോകാൻ പറ്റുന്ന ഒരാളെ കൊണ്ടുവന്നിട്ടേ നമുക്ക് ഇവിടെ കാര്യമുള്ളൂ. അല്ലാതെ ജോലി ഇല്ലാത്ത ഒരാൾക്ക് നമ്മളിത് ജോലിയായിട്ട് കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് റിസൾട്ട് കിട്ടാറില്ല. കാരണം ഒരു ജോലി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഒരു ചട്ടക്കൂടിലും അല്ല ആൾ വർക്ക് ചെയ്യുന്നത്. ആളൊരു ഇനിഷ്യേറ്റീവ് ആയിട്ടൊന്നും എടുക്കുന്നില്ല, ആൾ വളരെ അലസനായിട്ടും ഇൻഡിസിപ്ലിൻഡ് ആയിട്ടും നടക്കുന്നു എന്നുള്ളേ ഉള്ളൂ. അപ്പൊ ഇവിടെ കുറച്ചും കൂടി ശോഭിക്കുക ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യതയോട് കൂടിയിട്ട് ഒരു ടൈം അക്യുറേറ്റ് ആയിട്ട് ഒരു എഫേർട്ട് എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാ രീതിയിലും കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഇവിടെ കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കാറുള്ളൂ. കാരണം RCM സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്ന ഒരു 80% ആൾക്കാർ പാർട്ട് ടൈമേഴ്സാണ്. അപ്പൊ അവര് പാർട്ട് ടൈം ആയിട്ട് ഇതിനെ ഏറ്റെടുത്ത് എന്ന് ഇതിൽ നിന്ന് അതിനേക്കാളും കൂടുതൽ വരുമാനം വരുന്നു അന്നാണ് അവർ ഫുൾ ടൈമേഴ്സ് ആയിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെ ഒരു പാർട്ട് ടൈമർ ആണ് കുറച്ചും കൂടി ഇവിടെ എന്ത് ചെയ്യുക, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള വർക്ക് കൊണ്ടുവരിക. കാരണം മിച്ചം വരുന്ന ഒരു 2-3 മണിക്കൂർ ആൾ എഫക്റ്റീവ്ലി വർക്ക് ചെയ്യും. ഒരു ഫുൾ ടൈമറെ സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഒരു ഫുൾ ടൈമർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു അലസത അല്ലെങ്കിൽ ഒരു ഇൻഡിസിപ്ലിൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഈ സിസ്റ്റത്തിൽ വേണ്ട, ആവശ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ലേസിയും ഡിസിപ്ലിൻ പീപ്പിൾ ആയിട്ട് ഇരിക്കരുത്. പകരം എനർജറ്റിക് അതുപോലെ തന്നെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ സിസ്റ്റത്തിൽ നമുക്ക് ആവശ്യമുള്ളത്. ഒപ്പം തന്നെ ദിസ് ഈസ് നോട്ട് എ കാച്ചിങ് ഓർ സെല്ലിംഗ് ബിസിനസ്. എന്താണ് കാച്ചിങ്? ആളെ പിടിക്കുന്ന ഒരു ബിസിനസ് അല്ല ഇത്. പകരം
നമ്മുടെ എക്സ്പീരിയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് അല്ലെ. ആളെ പിടിക്കുന്ന ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പണ്ട് തൊട്ട് തന്നെ ഒരു തെറ്റായ ധാരണയാണ് ഉള്ളത്. നമ്മുടെ ഇവിടെ നമ്മൾ ആൾക്കാരെ പിടിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ എക്സ്പീരിയൻസ് മറ്റൊരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ ഒരു നല്ല കസ്റ്റമർ ബേസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഏതൊരു സൂപ്പർ മാർക്കറ്റിനെ പോലെയോ അല്ലെങ്കിൽ ഏതൊരു എന്താ പറയുക FMCG പ്രൊഡക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതോ അല്ലെങ്കിൽ വേറെ ഏത് മേഖലയെ പോലെയും നമ്മൾ ക്യാച്ച് ചെയ്യല്ല ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് എന്ത് ചെയ്യാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു കസ്റ്റമർ ബേസിനെ നമ്മൾ എന്ത് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ഇതൊരു വെറുതെ ഒരു എന്താ പറയുക സെല്ലിംഗ് ബിസിനസ് ആയിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല, ഒരു കച്ചവടമായിട്ട് എടുക്കാൻ പാടില്ല. ഇവിടെ കച്ചവടത്തിനുപരി ഒരാളുടെ ലൈഫിനെ 360 ഡിഗ്രിയിൽ മൊത്തം മാറ്റുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. കാരണം ഇന്നലെ വന്ന ആളായിരിക്കില്ല ഒരു 5 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മാറും. അയാളുടെ വേഷത്തിൽ മാറ്റം ഉണ്ടായിരിക്കും, സംസാരത്തിൽ മാറ്റം ഉണ്ടായിരിക്കും, അയാളുടെ കൂട്ടുകെട്ടിൽ മാറ്റം ഉണ്ടായിരിക്കും, ആള് കൊടുക്കുന്ന സ്റ്റേജ് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ മാറ്റം ഉണ്ടായിരിക്കും. അങ്ങനെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പല സ്കില്ലുകളെയും ഇത് പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ലൈഫിൽ ആരോഗ്യം വരും, വെൽത്ത് വരും, അതുപോലെ തന്നെ റെപ്യൂട്ടേഷൻ, നല്ലൊരു പേരുള്ള ഒരു വ്യക്തിയായിട്ട് മാറും, ഒരുപാട് അംഗീകാരങ്ങൾ വരും, ഒരുപാട് സമയ സ്വാതന്ത്ര്യം വരും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഈ സിസ്റ്റത്തിലൂടെ കിട്ടുമ്പോൾ ഇതിനെ വെറും ഒരു കച്ചവടമായിട്ട് നമ്മൾ കാണരുത്, ഇതിനെ വെറും ആളെ പിടിക്കുന്ന ഒരു പരിപാടിയായിട്ട് കാണരുത്. അപ്പൊ ഈ 3 കാര്യങ്ങളും ഈ സിസ്റ്റം അല്ല. നിങ്ങളോട് ആരെങ്കിലും അത് പറയുകയാണെങ്കിൽ അവരോട് പറയണം, നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് മനസ്സിലായിട്ടില്ല, എന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണെന്നുള്ളത്. സോ ഒന്ന്, ഇതൊരു ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം അല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം, കൂടെ വരുന്ന ഒരാൾക്ക് പറഞ്ഞും കൊടുക്കണം. കാരണം പല ആൾക്കാരും പറയും ഒന്നും ചെയ്യണ്ട, വന്ന് മതി, അടുത്ത ദിവസം തൊട്ട് ഞാൻ വർക്ക് ചെയ്ത് വരുമാനം ഉണ്ടാക്കി തരാം. അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഇല്ല. അവനവന് വരുമാനം വേണമെങ്കിൽ അവനവൻ തന്നെ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യണം. കാരണം പലപ്പോഴും കുറച്ചും കൂടി റെപ്യൂട്ടേഷൻ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ പറയാ സൊസൈറ്റിയിൽ സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ആൾക്കാർ വരുമ്പോൾ കോംപ്രമൈസ് ചെയ്യും ആൾക്കാർ. കോംപ്രമൈസ് ചെയ്യുന്ന വെച്ചാൽ പറയും സാർ ഒന്നും വേണ്ട, സാറ് വന്നാൽ മതി, ബാക്കി ഞാൻ കാര്യങ്ങൾ ചെയ്തോളാം. അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അവനവന് വേണമെങ്കിൽ അവനവന് ചെയ്യാം. അപ്പൊ ഒരാളെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരിതിലേക്ക് കൊണ്ടുവരികയല്ല വേണ്ടത്. അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണ കൊടുക്കണം. നിങ്ങളൊരു ജോലിക്ക് കൊടുക്കുന്നതിനേക്കാളും പ്രാധാന്യം ഈ സിസ്റ്റത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ സിസ്റ്റം നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾ കൊടുക്കുന്നതിനേക്കാളും പ്രാധാന്യം കൊടുക്കും. രണ്ടാമത്, കാച്ചിങ് ആൻഡ് സെല്ലിംഗ്. ഇത് ആൾക്കാരെ പിടിക്കുന്ന പരിപാടിയോ അല്ലെങ്കിൽ വെറും ഒരു കച്ചവടമല്ല, പകരം ഒരുപാട് മൂല്യങ്ങളും ഒരുപാട് മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അതും വെൽ പ്രൂവൺ സിസ്റ്റമാണ്. അത് പറയണം, വെൽ പ്രൂവൺ. 25 കൊല്ലമായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള മാറ്റം കൊണ്ടുവന്നിട്ട്. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മടിയന്മാർക്കും ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇവിടെ ഒരു രീതിയിലുള്ള പ്രവേശനവും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവര് നിലനിൽക്കില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്. ഓക്കെ, അപ്പൊ ഈ സിസ്റ്റം ഈ 3 കാര്യങ്ങളും അല്ല. ഇനി അടുത്തത് നമുക്ക് നോക്കാം, എന്താണ് നമുക്ക് ഈ സിസ്റ്റത്തിന് വേണ്ടാത്തത്. ഇപ്പോ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ഭൂരിഭാഗവും നമ്മളൊരു ജോലിക്ക് കയറി ചെല്ലുമ്പോൾ അവർ പറയും ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ജോലിയിൽ ക്വാളിഫൈ ആവണമെങ്കിൽ വേണം എന്നുള്ളത്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ വേണ്ടാത്ത കാര്യമാണ് ക്വാളിഫിക്കേഷൻ. നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്, നിങ്ങൾ ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിത്തമില്ല, അതൊന്നും ഇവിടെ വിഷയമുള്ള കാര്യമില്ല. ഏത് വ്യക്തിക്ക് വേണമെങ്കിലും ഇവിടെ വിജയിക്കാം. ഒറ്റ കാര്യം മതി, എനിക്കിത് വേണം എന്നുള്ളൊരു തോന്നൽ മതി, എന്റെ ജീവിതത്തിൽ ഇതിന്റെ ഒരു ആവശ്യകത ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് മതി. അപ്പൊ ക്വാളിഫിക്കേഷൻ ഒരു പ്രശ്നമല്ല. കാരണം ഇവിടെ ഇപ്പോ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന അനവധി പേരും പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് അല്ലെ. ഇപ്പൊ അഖിൽ സാറിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കില്ല അസ്മാബി മാഡത്തിന്റെ, അസ്മാബിയുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിരിക്കില്ല റീന മാഡത്തിന്റെ, റീന മാഡത്തിന്റെ ക്വാളിഫിക്കേഷൻ ആയിരിക്കില്ല ജാനകി മാഡത്തിന്റെ. നിങ്ങൾ എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വന്നതാണ്. ചില ആൾക്കാർ വീട്ടമ്മമാരായിരിക്കും, ചിലര് പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ചിലര് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ചിലർ ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കും, ചിലർ വക്കീലായിരിക്കും, ഡോക്ടർ ആയിരിക്കും, MBA കാരനായിരിക്കും, CNC പ്രോഗ്രാമർ ആയിരിക്കും, ടൈലർ ആയിരിക്കും. അങ്ങനെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പൊ ഇവിടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾ ഏത് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഇതിൽ വളരാൻ സാധിക്കും. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ MBA കാരനൊരു സിസ്റ്റം, എഞ്ചിനീയറിനൊരു സിസ്റ്റം, ഡോക്ടറിനൊരു സിസ്റ്റം, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒറ്റ സിസ്റ്റമേ ഉള്ളൂ. അപ്പൊ ക്വാളിഫിക്കേഷൻ എന്താണ് ഇവിടെ ഒരു പ്രശ്നമല്ല. അപ്പൊ ഏത് ബാക്ക്ഗ്രൗണ്ടുള്ള ആളും നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ നമുക്ക് വേണ്ടാത്ത ഒരു കാര്യം അപ്രൂവൽ ഓഫ് അതേഴ്സ് എന്നുള്ളതാണ്. മിനിഞ്ഞാന്ന് നടന്ന പ്രിയ മാഡത്തിന്റെ ക്ലാസ്സിൽ മാഡം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരു കാര്യം നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ തീരുമാനം എടുക്കാൻ വൈകിപ്പിക്കരുത്. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, നമ്മളൊരു ക്ലാസ് കേൾക്കുന്നു, നമുക്കത് ഇഷ്ടമാവുന്നു, നമ്മളത് മറ്റുള്ളവരുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് നമ്മൾ ചെല്ലും. ഇത് നല്ലതായിരിക്കോ, ഇത് എങ്ങനെ ഉണ്ടായിരിക്കും, അടിപൊളിയാണോ, ഇതാണോ അതാണോ മറിച്ചതാണോ എന്നൊക്കെ ചോദിക്കും. അവർക്ക് ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ആദ്യം ചെയ്യുന്ന കാര്യം നിരുത്സാഹപ്പെടുത്തുക, അല്ലെങ്കിൽ അവർക്ക് അറിയാത്ത ഒരു കാര്യത്തെ അവര് ഇത് നല്ലതല്ല എന്നുള്ളത് പറയാമെന്ന് പൊതുവെ കണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് ഈ സിസ്റ്റം ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആരുടെ അപ്രൂവലും വേണ്ട, നമ്മുടെ മാത്രം അപ്രൂവൽ മതി. എനിക്കിത് ഗുണകരമാവും. കാരണം ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം
തലയുള്ള ഒരാൾക്ക് പറയാം ഇത് എനിക്ക് നല്ലതാണോ മോശമാണോ എന്നുള്ളത്. അപ്പൊ അയാൾക്ക് ഇത് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ അയാൾ അത് നല്ലതായിട്ട് ഏറ്റെടുക്കാത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ആരുടെ അപ്രൂവൽ ഒന്നും വേണ്ട. കാരണം ഈ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് മുടക്കുമുതലൊന്നുമില്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള വാല്യൂ ഓഫ് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് യാതൊരു നഷ്ടവും സംഭവിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, പകരം പൊതു മാർക്കറ്റിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നു, അത് വീണ്ടും ഡിസ്കൗണ്ടിന് കിട്ടുന്നു, അത് നിരന്തരമായിട്ട് ചെയ്താൽ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ ഒരു ഉപഭോക്താവായാൽ മാത്രം മതി. അപ്പൊ ആരുടെ അപ്രൂവൽ ഇതിന്റെ ആവശ്യമില്ല. നമ്മളൊരു കട മാറ്റി വേറൊരു സ്ഥലത്ത് നിന്ന് മേടിക്കുന്നതിന് ആരുടെ അപ്രൂവൽ വേണ്ട? നമ്മൾ വീട്ടുകാരുടെ അപ്രൂവൽ ചോദിക്കും? ഇല്ല. അതേപോലെ തന്നെയാണ് ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ വരുന്നത്. സോ അപ്രൂവൽ ഓഫ് അതേഴ്സ്, അതിന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, ആരാണ് നിങ്ങൾക്ക് വേണ്ടാത്ത, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് പറയേണ്ടെന്നല്ല, ഇവരോട് നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ ഇവരില്ലെങ്കിലും നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തും. അതിന് ഉത്തമ ഉദാഹരണമാണ് ഡോക്ടർ രാജൻ സാറും പ്രിയ മാഡം. ഒരുപാട് ബന്ധുക്കളുണ്ട്, ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്. പക്ഷേ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഈ സിസ്റ്റമായിട്ട് കോപ്പറേറ്റ് ചെയ്തുള്ളൂ, ഈ സിസ്റ്റത്തെ മനസ്സിലാക്കി കൂടെ വന്നുള്ളൂ. ബാക്കി എല്ലാവരും ഇന്ന് ഈ സിസ്റ്റമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ കിടക്കുകയാണ്. എന്നിട്ടും അവർ സ്റ്റാർ എമറാൾഡായി. ശരിയല്ലേ? അപ്പൊ ഇതേപോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന മിക്ക ലീഡേഴ്സിന്റെയും കാര്യം. നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ സിസ്റ്റത്തെ പറ്റിയിട്ട് കൂടുതൽ പഠിച്ച കാര്യങ്ങളെ പ്രയോഗിക്കാനുള്ള ഒരു എന്താ പറയുക മാർഗം മാത്രമാണ്. നമ്മൾ ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ടോ നമ്മുടെ സിസ്റ്റത്തെ പറ്റിയിട്ടോ അതിന്റെ പ്ലാനിനെ പറ്റിയിട്ടോ അവരോട് പറഞ്ഞ് തെളിയാനുള്ള ഒരു ഏരിയ മാത്രമാണ് നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ്. ഇവരില്ലെങ്കിലും നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തും. കാരണം എന്റെ സിസ്റ്റത്തെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് 95% ഞാൻ അറിയാത്ത ആൾക്കാരാണ്. അപ്പൊ സ്ട്രേഞ്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ വലിയൊരു അസറ്റ് ആയിട്ട് മാറുക. അതിന് മുന്നേ ആ സ്ട്രേഞ്ചേഴ്സിനെ നിങ്ങളുടെ അസറ്റ് ആക്കി മാറ്റണമെങ്കിൽ അവരോട് എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിൽ സംസാരിക്കണം എന്നൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. അപ്പൊ അവരുടെ ആവശ്യം ഇല്ല. ഇണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലും നിങ്ങളുടെ സിസ്റ്റം മുന്നോട്ട് പോകും. പിന്നെ ചീപ്പ് അഡ്വൈസ് ഫ്രം അൺസക്സസ്ഫുൾ പീപ്പിൾ. പലപ്പോഴും നമുക്ക് ഒരുപാട് കാലത്തെ പരിചയത്തിന്റെ ബേസിസിൽ നമ്മൾ ഇത്തരത്തിലൊരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് അതിനെ പറ്റിയിട്ട് ഒരു കാര്യം മനസ്സിലാക്കി നമ്മളത് എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരുടെ അടുത്ത് പോകും. ചിലപ്പോൾ നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും. പക്ഷെ ഇവര് എന്തെങ്കിലും ജീവിതത്തിൽ നേടിയതാണോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം പ്രത്യേകിച്ച് ഒരു നേട്ടം കൈവരിക്കാത്ത ഒരാളുടെ അടുത്ത് നമ്മൾ പോയിട്ട് അഡ്വൈസ് ചോദിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. വിജയിച്ച ആൾക്കാർ നിങ്ങൾ ചോദിക്കൂ. വിജയിച്ച ആൾക്കാർ എപ്പോഴും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞുതരും. പക്ഷേ പലപ്പോഴും നമ്മൾ ചോദിക്കുക ഒന്നില്ലെങ്കിൽ നമ്മളെക്കാളും കുറഞ്ഞ തുകയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്തുനിന്നോ, അല്ലെങ്കിൽ നമ്മളെക്കാളും അത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുടെ അടുത്തുനിന്നോ, അല്ലെങ്കിൽ നമ്മളത്ര ലോകപരിചയം ഇല്ലാത്ത ആളുടെ അടുത്തുനിന്നാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, അഡ്വൈസ് ചോദിക്കുക. അതൊരിക്കലും ഗുണമാവില്ല. ഗിരീഷ് സാർ എപ്പോഴും ക്ലാസ്സുകളിൽ പറയാറുണ്ട്, നമ്മളൊരു അടിപൊളി പ്രോഗ്രാം കേട്ടു, ആ പ്രോഗ്രാം കേട്ടിട്ട് നമ്മൾ അവിടെ പറമ്പിൽ കളക്കുന്ന ഒരു ചേട്ടനോട് വന്ന് പറയാണ്, ചേട്ടാ ഞാനിങ്ങനെ RCMനെ പറ്റിയിട്ട് കേട്ടു, എങ്ങനെയുണ്ട്, അടിപൊളിയാണോ ചോദിച്ച ആള് പറയും, നീ അത് മാറ്റി നിർത്തിയിട്ട് ഈ കൈക്കോട്ടിട്ട് ഇവിടെ കളച്ചെന്ന് പറയും. അപ്പൊ ഇങ്ങനെ ചീപ്പ് അഡ്വൈസുകൾ നമുക്ക് ഈ സിസ്റ്റത്തിൽ എന്തില്ല, ആവശ്യമില്ല. പിന്നെ അഞ്ചാമത്തെ കാര്യമാണ് പെർഫെക്ഷൻ. നോക്കൂ, ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന പല ആൾക്കാരും, നല്ല രീതിയിൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പറയുന്ന കാര്യം, സാറേ ഞാൻ എല്ലാം പഠിച്ചിട്ട് വരാം, കുറച്ചും കൂടിയും പഠിക്കാണ്ട്, എന്നിട്ട് ഞാൻ സ്റ്റേജ് കൈകാര്യം ചെയ്യാം, എന്നിട്ട് ഞാൻ ഒരാളോട് ഈ പ്ലാൻ പറയാം, എന്നിട്ട് ഞാൻ ഇൻകം പ്ലാൻ പറയാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ പഠിത്തം ഒരിക്കലും തീരില്ല. കാരണം ഈ ബിസിനസ്സിൽ 6000-ലധികം പ്രൊഡക്റ്റുകൾ ഉണ്ട്. റേഞ്ച് അനുസരിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, 6000-ലധികം പ്രൊഡക്റ്റുകൾ ഉണ്ട്. ആ പ്രൊഡക്റ്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ കമ്പനി 2 മസാലകൾ പുതിയതിറക്കുന്നത്. അതിന് മുന്നത്തെ മാസമാണ് ഹെയർ റിവൈവൽ കിറ്റ് ഇറക്കുന്നത്. അപ്പൊ പഠിത്തം തീരുമോ? ഇതെല്ലാം പഠിച്ചിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ എന്ത് അറിവാണോ നമുക്ക് ഇപ്പൊ കിട്ടുന്നത്, ആ അറിവ് വെച്ച് നമ്മൾ പയറ്റി നമ്മൾ തെളിയ ചെയ്യുക. സോ RCM സിസ്റ്റം എന്ന് പറയുന്നത് പെർഫെക്ഷന്റെ സിസ്റ്റം അല്ല, ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഇംപ്രൂവ്മെന്റ്. നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാണ് വേണ്ട, അല്ലാതെ പെർഫെക്റ്റ് ആവുകയല്ല ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മുടെ ഒരു എന്താ പറയുക മിഥ്യാധാരണയാണ് ഇതിൽ പെർഫെക്ഷൻ കൈവരിക്കണം എന്നുള്ളത്. ഞാൻ പറയുന്നു, ഇന്ന് ഈ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം മേടിക്കുന്ന മൂർത്തി സാർ പോലും പെർഫെക്റ്റ് അല്ല. അദ്ദേഹത്തിന് ഈ ബിസിനസ്സിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടായിരിക്കും. എനിക്കും ഉണ്ട്, രാജൻ സാറിനും ഉണ്ട്, ഗിരീഷ് സാറിനും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും അവരുടേതായ പരിമിതികളുണ്ട്. ആരും പെർഫെക്റ്റ് അല്ല. പക്ഷെ ഞങ്ങൾ എല്ലാവരും കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഇമ്പ്രൂവ് ആവാൻ നോക്കും. ഇമ്പ്രൂവ്മെന്റ്. ആ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. അല്ലാതെ എല്ലാം പഠിച്ച് അരച്ച് കലക്കി കുടിച്ചിട്ടൊന്നും നിങ്ങൾക്ക് ഈ സിസ്റ്റം ചെയ്യാൻ പറ്റില്ല. അതിനുള്ള സമയം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഉണ്ടാവാതിരിക്കാം, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ, പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ സിസ്റ്റം ചെയ്യലുണ്ടാവില്ല.
അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇമ്പ്രൂവ്മെന്റിന്റെ പാതയിലേക്ക് വേണം പോകാൻ വേണ്ടി. ഇമ്പ്രൂവ് ചെയ്യുക, ഓരോ ദിവസവും ഇന്നലത്തെക്കാളും കുറച്ച് കൂടുതൽ ഇമ്പ്രൂവ് ആവുക. എങ്ങനെ ആവാൻ പറ്റും? പ്രൊഡക്റ്റുകളെ പറ്റിയിട്ട് കൂടുതൽ ക്ലാസ്സുകൾ കേൾക്കുക. അപ്പൊ ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തെ പറ്റി ഇന്നലത്തെക്കാളും കൂടുതൽ നന്നായിട്ട് നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റും. ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ് എടുക്കുക. അപ്പൊ ഇന്നലത്തെക്കാളും കൂടുതൽ നിങ്ങൾ ഇന്ന് ഇമ്പ്രൂവ് ആവും. അല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. സോ 5 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ സിസ്റ്റമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്തത്. ഒന്നാണ് ക്വാളിഫിക്കേഷൻ, രണ്ടാണ് മറ്റുള്ള ആൾക്കാരുടെ അപ്രൂവൽ. അതിന്റെ ആവശ്യമില്ല നമുക്ക്. നമ്മൾ ഈ സിസ്റ്റത്തിന് നമുക്ക് ഇഷ്ടമായോ നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാം. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ വളരേണ്ട ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വളർന്നുകൊണ്ടിരിക്കും. അവർ വന്നുകൊണ്ട് പ്രത്യേകിച്ച് എക്സ്ട്രാ വളർച്ചയൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ കൂടെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരിക. അഞ്ചാമത്തതാണ്, അൺസക്സസ്ഫുൾ ആയ ആൾക്കാരിൽ നിന്ന് അഡ്വൈസ് ചോദിക്കാതിരിക്കുക. അതായത് ആലോചിക്കുക, ഇവർ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയ ആൾക്കാരാണോ? പ്രായം മാത്രം ഒരു ഘടനയായിട്ട് നമ്മൾ എടുക്കരുത്. കാരണം പ്രായം കൂടിയോണ്ട് പ്രത്യേകിച്ച് ജീവിതാനുഭവങ്ങൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ജീവിതാനുഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഹി ഷുഡ് ബി ഓൺ ദ ഫീൽഡ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേഖലയിൽ നല്ല അറിവും എന്താ പറയാ അനുഭവങ്ങളും കൊണ്ട് സമ്പന്നനായ ഒരാളാവണം. അല്ലാതെ വെറുതെ പ്രായം ഇത്രയായി എന്ന് വെച്ചിട്ട് നമുക്ക് അഡ്വൈസ് ചോദിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അപ്പം ചീപ്പ് അഡ്വൈസ് ഫ്രം അൺസക്സസ്ഫുൾ പീപ്പിൾ അതിന്റെ ആവശ്യമില്ല. പിന്നെ പെർഫെക്ഷന്റെ ആവശ്യം ലെവലേശം ഇല്ല. ഓൺലി നീഡ് ഈസ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, സോ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടാത്തതാണെങ്കിൽ എന്താണ് ഇതിൽ വേണ്ടത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. 3 കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ വേണ്ടത്. ഒന്നാണ് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. വലിയ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എവിടേക്ക് എത്തണം എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവുള്ളൂ. സ്വപ്നങ്ങൾ ഇല്ലാത്ത ഒരാൾക്ക് പറഞ്ഞതല്ല ഈ ബിസിനസ്. സ്വപ്നം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒഴുക്കിന്റെ കൂടെ പോകുന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്കൊന്നും എത്തില്ല. അതുകൊണ്ട് തന്നെ വലിയ അച്ചീവ്മെന്റുകളൊന്നും നിങ്ങൾക്കോ നിങ്ങളുടെ ടീമിനോ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. കാരണം എന്താ, നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഡ്രീംസ് ഒന്നും ഇല്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി പോയാൽ മതി. ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി പോയാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, നിങ്ങൾ ആർസ്യം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ജോലി ചെയ്താൽ മതി. കാരണം അവിടെ തട്ടിമുട്ടിയിട്ടാണ് പോവുക. ആരെങ്കിലും നിങ്ങളെ തട്ടും, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ മുട്ടും. കാരണം അതൊരു കോർപ്പറേറ്റ് കൾച്ചറാണ്. ഇവിടെ നമുക്ക് വലിയ സ്വപ്നങ്ങൾ വേണം. ആ സ്വപ്നങ്ങളാണ് നിങ്ങളുടെ ടീമിനെ നയിക്കുക. ആ സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് നിങ്ങളുടെ കൂടെ ആൾക്കാർ അസോസിയേറ്റ് ആവുക. കാരണം അസാധാരണ തലത്തിൽ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു പ്രസ്ഥാനത്തിൽ വന്നിട്ട് നമ്മൾ സ്വപ്നം കാണാൻ പോലും മടിക്കുകയാണെങ്കിൽ പിന്നെ ഇതിനെ നമ്മൾ എന്തിനാണ് ഏറ്റെടുക്കുന്നത്? നമുക്ക് എന്തോരം ജോലി അവസരങ്ങൾ പുറത്തുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് ആരെങ്കിലും ചോദിക്കുമ്പോൾ എങ്ങനെ പോകുന്നു ചോദിച്ചാൽ തട്ടിമുട്ടി പോകുന്നു, കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ പോരെ. അതിനായിട്ട് ഈ സിസ്റ്റത്തിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ RCM സിസ്റ്റത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ, ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് പോകുന്നത് പറയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നല്ലൊരു സ്വപ്നം വേണം. ആ സ്വപ്നം എന്ന് പറയുന്നത് ഒരു വീടായിരിക്കാം, ഒരു കാറായിരിക്കാം, എന്തിനധികം ഒരു സ്കൂട്ടി വരെ ആയിരിക്കാം. പക്ഷെ സ്വപ്നങ്ങളെ പറ്റി നമ്മൾ പറയുമ്പോൾ 5 തരത്തിലെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് വേണം. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ അതൊക്കെ പിന്നീട് ഒരു ദിവസം ഒരു ക്ലാസ്സിലേക്ക് പറയാം. സാമൂഹികപരമായിട്ടുള്ള ഒരു സ്വപ്നം വേണം, ആരോഗ്യപരമായിട്ടുള്ള ഒരു സ്വപ്നം വേണം, ഫൈനാൻഷ്യലി ഒരു സ്വപ്നം വേണം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്വപ്നം വേണം, യാത്രാ സംബന്ധമായ ഒരു സ്വപ്നം വേണം. അങ്ങനെ അനവധി സ്വപ്നങ്ങളുണ്ട്. അപ്പൊ ഇത്തരം സ്വപ്നങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സിസ്റ്റവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്വപ്നമില്ലാതെയാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ ആ ഒഴുക്കിന്റെ കൂടെ പോകുന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്കൊന്നും നമ്മൾ എത്തൂല്ല. വലിയ രീതിയിൽ അച്ചീവ്മെന്റുകൾ നമ്മൾ കൈവരിക്കൂല. അപ്പൊ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, എന്താണ് എന്റെ സ്വപ്നം? ഇത്രയും കാലത്തിനിടയിൽ ജോലി ചെയ്ത് ഞാൻ തുടക്കകാലങ്ങളിൽ ആഗ്രഹിച്ച ഒരു സ്വപ്നം നിറവേറ്റാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് പൊടി തട്ടിയെടുക്കാനുള്ള സമയമായി. ആ സ്വപ്നത്തിന് വേണ്ടി പ്രയത്നിക്കാനുള്ള സമയമായി. ആ സ്വപ്നത്തെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഏരിയയിൽ ആ സ്വപ്നത്തിന്റെ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ ഒട്ടിക്കുക. ഒട്ടിച്ചാൽ ഓരോ ദിവസം അത് കാണുമ്പോൾ ആ സ്വപ്നത്തിലേക്ക് എത്താനുള്ള ഒരു വ്യഗ്രത സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കി തരും. സോ ബിഗ് ഡ്രീംസ്, ഹാവ് എ ബിഗ് ഡ്രീം. രണ്ടാമത്തെ കാര്യം എന്തൂസിയാസം, എനർജി. എനർജി, എനർജി, എനർജി. സജീവ് സാറിന്റെ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, എനർജി പ്ലസ് എനർജി ഈസ് ഈക്വൽ ടു സിനർജി. ആൾക്കാർ ഈ സിസ്റ്റം കണ്ടിട്ടോ ഈ ബിസിനസ് കണ്ടിട്ടോ ഇതിന്റെ പ്രൊഡക്റ്റ് റേഞ്ചോ കണ്ടിട്ടല്ല നിങ്ങളുടെ കൂടെ വരുന്നത്. നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ എനർജി, ആ എനർജി കണ്ടിട്ടാണ് വരുന്നത്. ഗിരി സാറ് പറയാറുണ്ട്, തണുപ്പന്മാര് പോലും തണുപ്പന്മാരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ നമ്മളൊരു തണുപ്പനായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ആരും വരില്ല. നമ്മുടെ ചുറുചുറുപ്പും നമ്മുടെ എനർജിയും കണ്ടിട്ടാണ് ആൾക്കാർ നമ്മുടെ കൂടെ വരിക. ഈ ചില യാത്രകളൊക്കെ പോകുമ്പോൾ ചില വ്യക്തികൾ വരില്ല. അവർ പറയും എന്റെ കയ്യിൽ ഫണ്ട് ഇല്ല എന്ന്. അപ്പൊ അവരുടെ കൂട്ടുകാർ പറയും ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഫണ്ട് എടുത്തോളാം, നീ വായോ എന്ന് പറയും. എന്തുകൊണ്ടാണ് ഫണ്ട് എടുത്ത ആളെ കൊണ്ടുപോകണമെന്ന് അറിയോ? അയാൾ ഒരു അപാര എനർജി ഉള്ള ആളാണ്. അയാൾ വന്നാലാണ് ആ ട്രിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓൺ ആവുള്ളൂ, അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടി പിരിവിട്ടിട്ടാണെങ്കിലും അയാളെ കൊണ്ടുപോകും.
ഇത് നമ്മളെല്ലാവരും ഒരു വട്ടം ഒരു വട്ടം അനുഭവിച്ച കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കാണോ എനർജി ഉള്ളത് അവരുടെ കൂടെയാണ് ആൾക്കാർ നിൽക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുള്ളൂ. നമ്മളൊരു തണുപ്പനാണെങ്കിൽ നമ്മുടെ സംസാരത്തിൽ ആ തണുപ്പുണ്ടെങ്കിൽ ഒരാളും നമ്മുടെ കൂടെ വരില്ല. കാരണം അവര് പറയും ഇയാള് സംസാരിച്ച് തീരുമ്പോഴേക്കും എന്താ പറയാ അപ്പുറത്തെ ആള് ഡൈമണ്ട് ആവും. കാരണം ഇയാള് പ്രസന്റേഷൻ തുടങ്ങിയിട്ട് ഇതുവരെ തീർത്തിട്ടില്ല. ഒരേ സ്വരം, ഒരേ രീതിയിലെ ട്യൂണ്, യാതൊരു തരത്തിലെ എനർജിയും ഇല്ല, ഒരു വേരിയേഷനും ഇല്ല. അപ്പോ ആൾക്കാർക്ക് എപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരിക്കണമെങ്കിൽ അവരെ നയിക്കുന്ന ലീഡർ അങ്ങനെ ഒരു പ്രവണതയുള്ള ആളായിട്ട് മാറണം. ഓക്കെ, കാരണം നമ്മൾ ഇപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്നൊരു വ്യക്തി എങ്ങനെയാണോ അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങളൊരു മുഴുക്കുടിയനാണെങ്കിൽ നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നത് കുടിയന്മാരെ തന്നെയായിരിക്കും. നിങ്ങളൊരു പുകവലിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആദ്യം വിട വേറൊരു പുകവലിക്കുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങൾ നല്ല എനർജി ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ആകർഷണത്തിലേക്ക് വരിക എനർജി ഉള്ള ഒരാളെ. സോ യു അട്രാക്ട് നിങ്ങൾ ഒരു മാഗ്നറ്റ് ആണ്, നിങ്ങൾ അട്രാക്ട് ചെയ്യും ആൾക്കാരെ. അപ്പൊ നിങ്ങൾ ഏത് തരത്തിലെ ആളാവണം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഈ സിസ്റ്റത്തിന് വേണ്ടത് എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരെയാണ്. ആ എനർജിയുള്ള ആള് നിങ്ങളാണെങ്കിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന ആൾക്കാർ എനർജിയുള്ള ആളായിട്ട് മാറും. ആൻഡ് ഇത് രണ്ടും വേണം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, കൺസിസ്റ്റന്റ് ആയിരിക്കണം. നിങ്ങൾ ഈ സിസ്റ്റത്തിലും ഈ ബിസിനസ്സിലും നിങ്ങളുടെ പ്രവൃത്തിയിലും എന്തായിരിക്കണം? കൺസിസ്റ്റന്റ് ആയിരിക്കണം. എന്താണ് കൺസിസ്റ്റൻസി എന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നും കൂടി ഒന്ന് എന്താ പറയാ ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പല ആൾക്കാരുടെയും വിചാരം കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യം കാണുന്ന ക്ലാസ്സുകളുടെ ചിത്രമാണ്. അതായത് എല്ലാ ദിവസവും ഒരേ രീതിയിൽ ഒരേപോലെ ചെയ്യണം എന്നുള്ളതാണ് കൺസിസ്റ്റൻസി. ഒരിക്കലും അല്ല. കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരുപോലെ ആവില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും. എല്ലാ ദിവസവും നിങ്ങൾ ആർസിഎമ്മിനെ ചെയ്യുന്നത് ഒരുപോലെ ആയിരിക്കില്ല. പക്ഷേ ഇന്നലത്തെ അത്ര ഇന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ചെയ്യാതിരിക്കരുത്. പകരം എന്താണോ ചെയ്യാൻ പറ്റുക അത് മുടങ്ങാതെ ചെയ്യുക. അതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയാം. ഇപ്പൊ ഞാനൊക്കെ ജിമ്മിൽ പോകുമ്പോൾ എന്റെ ട്രെയിനർ പറയാനുള്ള ഒരു കാര്യമുണ്ട്, അർജുൻ എല്ലാ ദിവസവും വരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ ജോബ് കൾച്ചർ അതിനെ ചിലപ്പോൾ സമ്മതിക്കില്ല. പക്ഷേ 2 മണിക്കൂർ 3 മണിക്കൂർ വെച്ച് ചെലവഴിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് 15 മിനിറ്റ് ട്രെഡ്മില്ലിൽ കയറി ഓടാൻ പറ്റുമോ? മതി, നോ പ്രോബ്ലം. അതിനായിട്ടെങ്കിലും വായോ. അതാണ് കൺസിസ്റ്റൻസി. എല്ലാ ദിവസവും RCM ഇന്നലത്തെ പോലെയോ മിനിഞ്ഞാന്നത്തെ പോലെയോ 8 മണിക്കൂറോ 10 മണിക്കൂറോ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങളാൽ എത്ര പറ്റുന്നോ അത് മുടക്കം കൂടാതെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ കൺസിസ്റ്റൻസി ലെവൽ. ആ കൺസിസ്റ്റൻസി ആണ് നമ്മൾ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആൻഡ് ആക്ഷൻ വെർ യു കീപ് ഡൂയിങ് വാട്ട് യു ഹാവ് ടു ഡു. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ യാതൊരു മടിയും കൂടാതെ നിരന്തരമായിട്ട് രാവില്ല പകലില്ല എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുക. ഇതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ. ഒരു ആക്ഷൻ വരുന്നതിനേക്കാളും മുന്നേ, അതിനെ ആക്ഷൻ ആക്കുന്നതിനേക്കാളും മുന്നേ അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ശീലമായിട്ട് മാറണം. അപ്പൊ എത്ര സമയക്കുറവുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒന്ന് ഞാൻ RCMന് വേണ്ടി ഇന്ന് ചെയ്തിരിക്കും. അതാണ് കൺസിസ്റ്റൻസി. ആ കൺസിസ്റ്റൻസി ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ഇപ്പൊ ഫീൽഡിലേക്ക് ഇന്നലെ പോലെ ഒരു 10 പേരെ കാണാൻ പറ്റിയില്ല, നോ പ്രോബ്ലം. ഒരാളെ കണ്ട് നിങ്ങൾ വീട്ടിൽ കയറിക്കൊന്നേ, അല്ലാത്ത പക്ഷം വീട്ടിൽ കയറില്ല എന്നൊരു തീരുമാനം എടുക്കുക. ദിസ് ഈസ് റിയൽ കൺസിസ്റ്റൻസി. ഒരു ദിവസം പോലും മുടങ്ങാതെ സിസ്റ്റത്തിൽ നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് റിയൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ. അല്ലാതെ എല്ലാ ദിവസവും ഒരേ രീതിയിലാണ് ഇന്നലെ 8 മണിക്കൂർ വർക്ക് ചെയ്തു, ഇന്നും 8 മണിക്കൂർ, ഇന്നും 8 ജോലിയല്ല ഞാൻ പറയുന്നത്, ഇത് ജോലിയല്ല. പക്ഷേ ജോലിക്ക് കൊടുക്കേണ്ട അതേ സീരിയസ്നെസ്, അതേ ഡിസിപ്ലിൻ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കണം. അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാ ദിവസവും RCMനെ നമ്മൾ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുക. എന്തെങ്കിലും ഒന്ന് RCMന്റെ നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ പാകിയിടുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദിസ് ഈസ് റിയൽ കൺസിസ്റ്റൻസി. അപ്പൊ രണ്ടാമത്തെ ചിത്രമായിരിക്കണം റിയൽ കൺസിസ്റ്റൻസിയുടെ നിങ്ങളുടെ ചിന്ത വരേണ്ടത്. അല്ലാതെ എല്ലാ ദിവസവും ഒരുമിച്ച് അപ്പൊ എന്താ സംഭവിക്കാന്ന് അറിയോ? 2 മണിക്കൂർ എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റില്ല, എന്നാ പിന്നെ ഇന്ന് ഞാൻ പോണില്ല, നാളെ പോവാം. നാളെയും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, മറ്റന്നാളും പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഈ ആഴ്ച ഒരു ദിവസം മാത്രമേ പോയിട്ടുള്ളൂ. അങ്ങനെ 3 ദിവസം അടുപ്പിച്ച് പോകാതിരിക്കുമ്പോൾ നമ്മൾ പറയും ഇനിയിപ്പോ തിങ്കളാഴ്ച തൊട്ട് പോയി തുടങ്ങാന്ന് പറയും. പിന്നെ ഇതിങ്ങനെ മുടങ്ങി പിന്നെ പോവാത്തൊരു സ്ഥിതിയിലേക്ക് മാറും. ഇത് തന്നെയാണ് പലപ്പോഴും സിസ്റ്റത്തിന് സംഭവിക്കുന്നത്. ആദ്യത്തെ ദിവസം നല്ല എനർജി ആയിട്ട് ഇറങ്ങും, രണ്ടാമത്തെ ദിവസം എന്തെങ്കിലും കാരണത്താൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വിചാരിക്കോ ഇന്നലത്തെ പോലെ ഇന്ന് പറ്റിയില്ല, ഇനിയിപ്പോ നാളെ നോക്കാം. നാളെ എന്തെങ്കിലും കാരണത്താൽ പറ്റില്ല, ഇന്ന് എന്ത് പറ്റുന്നോ അത് ചെയ്യൂ. ഇന്ന് ഒരാളെ നിങ്ങൾക്ക് വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റുന്നോ, ദാറ്റ് കൗണ്ട്സ് ഇൻ RCM ബിസിനസ്. ഇന്ന് നിങ്ങൾക്ക് ഒരാളുടെ പേര് ലിസ്റ്റിൽ അഡീഷണൽ ആയിട്ട് എഴുതാൻ പറ്റുന്നോ, ദാറ്റ് കൗണ്ട്സ് ഇൻ RCM ബിസിനസ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരു കാര്യം നിരന്തരമായിട്ട് അതേ അളവിന് ചെയ്യാന്നുള്ളതല്ല. നിങ്ങൾക്ക് പറ്റാത്തൊരു സാഹചര്യമാണെങ്കിലും എന്തെങ്കിലും ഒന്ന് അതിന് വേണ്ടിയിട്ട്
ചെയ്യുന്നതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുക. അത് മുടക്കം കൂടാതിരിക്കുക. ആ കൺസിസ്റ്റൻസി ആര് ചെയ്യുന്നോ അവർക്കാണ് കമ്പനി ഫ്രീ പ്രൊഡക്റ്റ് കൊടുക്കുന്നുള്ളൂ, ശരിയല്ലേ? ആ കൺസിസ്റ്റൻസി ആര് മെയിൻറ്റെയിൻ ചെയ്യുന്നോ അവർക്കാണ് കമ്പനി കമ്മീഷൻ കൊടുക്കുന്നുള്ളൂ. ആ കൺസിസ്റ്റൻസി 3 മാസം നിലനിർത്തുമ്പോഴാണ് ഒരു സ്റ്റാർ പ്ലാറ്റിനം പേൾ ആയിട്ട് മാറുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ സിസ്റ്റത്തിൽ തുടക്കം തൊട്ട് ഒടുക്കം വരെ കൺസിസ്റ്റൻസിനെ പറ്റിയിട്ട് തന്നെയാണ് TC ചാപ്രാജി പറയുന്നത്. ആ കൺസിസ്റ്റൻസി വേണം നമ്മൾ ഈ ബിസിനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള 3 കാര്യങ്ങളിൽ ഒന്നാണ് വലിയ സ്വപ്നം ഉണ്ടായിരിക്കണം. ഗിരീഷ് സാറ് പറയാറില്ലേ, വലിയ സ്വപ്നങ്ങൾ. അങ്ങനത്തെ വലിയ സ്വപ്നങ്ങൾ നമുക്കും വേണം. എന്തുവിശ്വാസം, എനർജി ഉള്ള ആളായിരിക്കണം. നിങ്ങൾ ചിലപ്പോ മാനസികമായിട്ട് തളർന്നിരിക്കുകയായിരിക്കും. പക്ഷേ അത് നിങ്ങൾ കാണിക്കേണ്ട ഏരിയ അല്ല നിങ്ങളുടെ അസോസിയേറ്റ്സ്. അത് നിങ്ങൾ കാണിക്കേണ്ട സ്ഥലമല്ല ഒരു പൊതുവേദി എന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ആ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന സമയത്ത് നിന്നും നിങ്ങൾക്ക് കരകയറാനായിട്ടുള്ള ഒരു കച്ചിത്തുരുമ്പാണ് RCM എങ്കിൽ അവിടെ നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കണം, എനർജി കൊണ്ടിരിക്കണം. നമ്മുടെ പ്രശ്നങ്ങൾ കാണിക്കാനല്ല അസോസിയേറ്റ്സിനെ നമ്മൾ കൂടെ കൊണ്ടുവന്നിരിക്കണേ, അവരുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മോശം മൂഡിലാണെങ്കിൽ നിങ്ങൾ എനർജറ്റിക് ആയിട്ടും പോസിറ്റീവായിട്ടും നിന്നേ പറ്റൂ. ദാറ്റ് ഈസ് ദ റിക്വയർമെന്റ് ഓഫ് ദി സിസ്റ്റം. അത് ഈ സിസ്റ്റം നിങ്ങളോട് ചോദിക്കുന്ന ഒരു റിക്വയർമെന്റ് ആണ്. ഇനി ആ സമയത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സംസാരിക്കേ വേണ്ട. പക്ഷെ അവരോട് സംസാരിക്കുമ്പോൾ എനർജിയും എന്തുസാസമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ സംസാരിക്കണ്ട. സോ എന്ത് മാനസികാവസ്ഥ നിങ്ങൾ കടന്നു പോയാലും പ്രശ്നങ്ങൾ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും, അതിലൊരു തർക്കവും. എല്ലാവരുടെയും ലൈഫിൽ പ്രശ്നം ഉണ്ടാവും. പക്ഷെ ആ പ്രശ്നം കാണിക്കേണ്ട സ്ഥലത്ത് കാണിക്കണം. അല്ലാതെ എല്ലാവരും എടുത്ത് നമ്മൾ പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടിനെ പറ്റി സംസാരിക്കല്ല വേണ്ട. നമ്മുടെ ആവശ്യം എന്താ, നമ്മളൊരു മാഗ്നറ്റ് ആയിട്ട് മാറണം. നമ്മൾ നല്ല മാഗ്നറ്റ് ആണെങ്കിൽ നല്ല കാര്യം അട്രാക്ട് ചെയ്യും, നമ്മൾ മോശം മാഗ്നറ്റ് ആണെങ്കിൽ മോശം കാര്യം അട്രാക്ട് ചെയ്യും. ഈ ബിസിനസ്സിൽ നമ്മളെ പോലെ പ്രശ്നമുള്ള ആൾക്കാരെല്ലാം നമ്മൾ കൊണ്ടുവരണ്ടേ, പ്രശ്നത്തിന് പരിഹാരം നേടുന്ന ആൾക്കാരെ കൊണ്ടുവരണ്ട. അതിനെന്ത് വേണം, നമ്മൾ എനർജറ്റിക് ആയിട്ടിരിക്കണം. അപ്പൊ ആ എനർജി നമ്മുടെ വാക്കിലും നമ്മുടെ ഡ്രസ്സിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ നടത്തത്തിലും നമ്മുടെ ഹാൻഡ് ഷേക്കിൽ വരെ നമുക്ക് കാണിക്കാൻ പറ്റണം. അവിടെയാണ് ഈ ബിസിനസിന്റെ വളർച്ച ശരിക്കും തുടങ്ങുന്നത്. അല്ലാതെ നിങ്ങൾ 2 മീറ്റിംഗ് എടുത്തു, 3-ാമത്തെ മീറ്റിംഗിൽ നിങ്ങൾ തളർവാദം വന്ന പോലെ ഇങ്ങനെ ഇരിക്കണം, അയ്യോ എനിക്ക് വയ്യെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇത് കാണുന്ന നിങ്ങളുടെ ആൾക്കാരെന്താ വിചാരിക്കാന്ന് അറിയോ? ആൾക്ക് ഒന്നെടുത്താൽ 2-ാമത്തേൽ വയ്യാതെയാവും എന്ന് പറയും. അതല്ല വേണ്ടേ. ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കില്ല വേണ്ട. അതിനൊരു സോൾവർ ആയിട്ട് നമ്മൾ മാറണമെങ്കിൽ ഈ എനർജി നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ എന്ത് സിറ്റുവേഷൻ വന്നാലും ബി എനർജറ്റിക്, ബി എനർജറ്റിക്, ബി എനർജറ്റിക്, ബി എനർജറ്റിക്. അതിന് പ്രത്യേകിച്ച് ടാക്സ് കൊടുക്കണ്ട, കാശ് കൊടുക്കണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള എനർജീനെ നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക, ഉള്ളുന്ന് എടുക്കുക. ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഞാൻ ഇതിനെ പോസിറ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് നേരിടണോ, അതോ ഞാൻ ക്ഷീണത്തോട് കൂടിയിട്ട് അയ്യോ ഞാൻ പതറണോ? ഞാൻ പതർന്ന കണ്ടു കഴിഞ്ഞാൽ എന്റെ ടീം അത് കാണും. അപ്പൊ അവർക്ക് മനസ്സിലാവും ഇയാൾക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ അവരത് നിർത്തിയിട്ട് പോകും. സോ ബി എനർജറ്റിക്, ബി എനർജറ്റിക്. കാരണം നിങ്ങളതൊരു ശീലമാക്കിയ പിന്നെ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ എനർജറ്റിക് ആയിരിക്കും. അത് നിങ്ങളുടെ ശീലമാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് അത് ഇൻബിൽഡ് ആവും. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയും എന്ത് പ്രശ്നം വന്നാലും നീ പ്ലസന്റ് ആയിട്ടിരിക്കും, സാധനങ്ങളൊക്കെ റെഡിയാവും എന്നുള്ളത്. നിങ്ങളൊന്ന് ഇരുന്ന് നോക്കിയേ, അപ്പൊ തന്നെ ആ പ്രശ്നം പകുതി പരിഹരിക്കപ്പെടും. അല്ലാതെ നമ്മൾ ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് ആകെ അയ്യോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഇരിക്കത്തേ ഉള്ളൂ. നമ്മുടെ ടീം ഇരിക്കുപോലില്ല, അവര് പോവും. സോ ബി എനർജറ്റിക് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ബി കൺസിസ്റ്റന്റ്. കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിൽ ചെയ്യുക. നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങുക, ബി കൺസിസ്റ്റന്റ് ഇൻ ബൈയിങ് പ്രൊഡക്റ്റ്. എല്ലാ മാസവും മുടങ്ങാതെ വാങ്ങേണ്ട അളവ് കൃത്യമായിട്ട് നമ്മൾ വാങ്ങുക. ബി കൺസിസ്റ്റന്റ് ഇൻ യുവർ ആക്ഷൻ. ഹോം മീറ്റിംഗ് എടുക്കുകയാണോ, ബി കൺസിസ്റ്റന്റ്. ഒരാൾ വ്യക്തിപരമായി പോയി കാണുകയാണോ, ബി കൺസിസ്റ്റന്റ് ഇൻ ദാറ്റ്. സെയിലിന് പോകണം, ബി കൺസിസ്റ്റന്റ്. ഒരാളോട് RCM പറയാണോ, ബി കൺസിസ്റ്റന്റ് ഇൻ ദാറ്റ്. മീറ്റിംഗ് നടത്തണോ, ബി കൺസിസ്റ്റന്റ് ഇൻ ദാറ്റ്. ഏത് കാര്യമായിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിരിക്കുക. പക്ഷെ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും വേണം, അതേ അളവിന് വേണം, നമ്മൾ വാശി പിടിക്കരുത്. സാഹചര്യങ്ങൾ ചിലപ്പോൾ അതിന് അനുവദിക്കില്ല. പക്ഷേ എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ എല്ലാ ദിവസവും നമ്മൾ RCMന്റെ നമ്മൾ കൊടുക്കണം. അടുത്തതാണ് ഹാബിറ്റ്സ്, ശീലങ്ങൾ. ശീലങ്ങളാണ് മാറേണ്ടത്. അല്ലാതെ നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് വന്നു നമ്മൾ തന്നെയൊന്നും മാറില്ല. നമ്മൾ ഉള്ളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ചില ശീലങ്ങൾ മാറണം. ആ ശീലങ്ങൾ മാറിയാലാണ് ഞാൻ എന്ന വ്യക്തി മാറുള്ളൂ. നിങ്ങളുടെ ശീലം മാറിയാൽ നിങ്ങളുടെ ഐഡന്റിറ്റി മാറും. ശീലം മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡന്റിറ്റി മാറും. അല്ലെ, വേദവ്യാസൻ എന്ന വ്യക്തി ആദ്യം എന്തായിരുന്നു, കാട്ടാളനായിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ ശീലം മാറി. ആളെന്ത് ചെയ്തു, ആള് കുറച്ച് സമയം എഴുത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. കാര്യങ്ങളെ അനുഭവിക്കാനും അതിനെ ഉൾക്കൊള്ളാനും അതിനെ കാണാനും വേണ്ടി മാറ്റിവെച്ചപ്പോൾ ആ വേദവ്യാസൻ എന്നുള്ള വ്യക്തി ഇന്ന് ലോകത്തിലെ ഏറ്റവും മഹാകാവ്യം രചിച്ച ഒരു വ്യക്തിയായിട്ട് മാറി. ശരിയല്ലേ? ഒരു കാട്ടാളന് മാറാമെങ്കിൽ നമുക്ക് മാറാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്താ, നമ്മൾ കാട്ടാള വേഷമൊന്നും ഇട്ടിട്ടില്ല, നമ്മൾ സാധാരണ മനുഷ്യർ തന്നെയാണ്. അപ്പൊ ആ മനുഷ്യരിൽ നിന്ന് ഒരു മികച്ച മനുഷ്യനായിട്ട് മാറാനുള്ള ഒരു അവസരമാണ് RCM സിസ്റ്റം നമുക്ക് കൊണ്ടുവരിക്കുന്നത്. സോറി, വാൽമീകി.
കൺസെപ്റ്റ് ക്ലിയർ ആയില്ലോ, കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇതുപോലെ അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വളരാം. ഇതുപോലെ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ്സിൽ വളരാനുള്ള ഒരു ആവശ്യം, ഒരു അവസരമുണ്ട്. ആകെ ചെയ്യേണ്ട കാര്യം എന്താ? ഹാബിറ്റ്സ്. ആ ഹാബിറ്റ്സ് മാറ്റുക, ശീലങ്ങൾ മാറ്റുക. എന്ത് ശീലങ്ങളൊക്കെയാണ് മാറ്റേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ഉപകാരശൂന്യമായ ശീലങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, മാറ്റുക. അല്ലെങ്കിൽ ഈ സിസ്റ്റമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കാത്ത ശീലങ്ങൾ എന്താണോ അത് മാറ്റുക. അതിന് ഒരു 8 കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് ഞാൻ പേഴ്സണലി ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഞാൻ പറയാണ്. ഒന്ന്, രാവിലെ ഇത്തിരി നേരത്തെ എണീക്കുക. മോസ്റ്റ്ലി നിങ്ങൾ എല്ലാവരും നേരത്തെ എണീക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അതിനേക്കാളും കുറച്ച് നേരത്തെ എണീക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരുപാട് സമയം ഉണ്ടായിരിക്കും. ആ ഒരുപാട് സമയം നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിവെക്കാൻ സാധിക്കും. രാവിലെ എണീറ്റ് ഒരു അരമണിക്കൂർ നല്ല കാര്യങ്ങൾ വായിക്കാനോ, നല്ല വീഡിയോ കാണാനോ, നല്ല നല്ല അറിവുകൾ നേടാനോ ആയിട്ട് നമുക്ക് സമയം വിനിയോഗിക്കാം. അതിന് എന്ത് ചെയ്താൽ മതി? കുറച്ച് നേരത്തെ എണീറ്റാൽ മതി. എന്നോട് പല ആൾക്കാരും പറയാണ്ട് ഒന്നിനും സമയമില്ല. ഒന്നിനും സമയം തന്നെ ഉണ്ടാവുന്നില്ല, നമ്മൾ ഉണ്ടാക്കണം. ഉണ്ടാക്കണം എന്ത് വേണം? കുറച്ച് നേരത്തെ എണീക്കാന്ന്. സാധാരണക്കാളും കുറച്ച് നേരത്തെ ഒരു 15 മിനിറ്റ് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ആ 15 മിനിറ്റിൽ കേൾക്കുന്ന ചിലപ്പോൾ ഒരു സെന്റൻസ് മതി ഈ ബിസിനസിന്റെ മൊത്തം നിങ്ങളുടെ കൺസെപ്റ്റിനെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ലിനെ കൂട്ടാൻ വേണ്ടിയിട്ട്. സോ വേക്കപ്പ് ഏർലി, മോർ ടൈം ലെസ് സ്ട്രെസ്. നിങ്ങൾ ഇത്തിരി നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ചും കൂടിയും സിമ്പിൾ ആയിട്ട്, കുറച്ചും കൂടി എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇത്തിരി ലേറ്റ് ആയിട്ട് എനിക്ക് എന്താ സംഭവിക്കുക? പല്ല് എന്തായാലും തേച്ചേ പറ്റൂ. ആ പല്ല്, നിങ്ങൾ ആ പല്ലിനോട് ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ ആ പല്ല് രണ്ടെണ്ണം തെറിച്ച് പോകുന്ന രീതിയിൽ നിങ്ങൾ ഇങ്ങനെ 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 തേക്കും. അതേ സമയത്ത് ഒരു 5 മിനിറ്റ് നിങ്ങൾ മുന്നേ എണീറ്റ ആ പല്ല് തേക്കൽ വളരെ എൻജോയ് ചെയ്ത് പ്രഭാതമൊക്കെ കണ്ട് എന്താ രസം. അപ്പൊ പല്ല് അറിയും നിങ്ങൾ പല്ല് തേക്കുന്നുണ്ട് എന്നുള്ളത്, ശരീരം അറിയും നിങ്ങൾ കുളിക്കുന്നുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? പല്ല് തേപ്പും കുളിയും ബാത്റൂമും പോക്കൊക്കെ ഒരുമിച്ചാ. ചിലവരുടെ യൂറോപ്യൻ ക്ലോസറ്റിന്റെ മുകളിലായിരിക്കും ഷവർ. അതിലങ്ങോട്ട് ഇരിക്കും, ഷവർ ഉണകും, പല്ല് തേപ്പ് ഈ കൈകൊണ്ട്, സോപ്പ് തേക്കൽ ഇടത്ത് കൈകൊണ്ട്, ബാത്റൂമിൽ നിന്ന് പോകുന്നത് താഴോണ്ട്. സമയമില്ല. സമയം തന്നെത്താനെ ഉണ്ടാവില്ല. സമയം ഉണ്ടാക്കണം. ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? കുറച്ച് നേരത്തെ നമ്മൾ എണീക്കുക. കുറച്ച് നേരത്തെ എനിക്ക് ഇപ്പോ ഈ ഒരു ക്ലാസ് കേൾക്കുന്നതിൽ പല ആൾക്കാരും പൊൻപുലരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്താ പറയാ, സീനിയേഴ്സിന്റെ സെഷനുകളൊക്കെ നടക്കുന്നുണ്ട്, ഗ്രൂപ്പുകളിൽ നടക്കുന്നുണ്ട്. 6 മണിക്ക് വെച്ചിട്ടുണ്ട്, 5 മണിക്ക് വെച്ച സെഷനുകളുണ്ട്. അപ്പൊ എന്താ ഗുണം? രാവിലെ തന്നെ എനിക്കും ഒരു പോസിറ്റിവിറ്റിയാണ്, ഒരു എനർജിയാണ് അല്ലെ. അപ്പൊ ഇത് ഇവിടുന്ന് കിട്ടുക നമ്മുടെ ശീലം മാറുമ്പോൾ. സോ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് വേക്ക് അപ്പ് ഏർലി. രണ്ടാമതാണ് റീഡ് ഡെയിലി. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും നിങ്ങളുടെ മൈൻഡിനെ പോസിറ്റീവ് ആക്കി നിലനിർത്താനും വായിക്കണം. എന്ത് വായിക്കണം? വനിതയും മംഗളവും ഗൃഹലക്ഷ്മി ഒന്നും എടുത്ത് വായിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിന്ന് കിട്ടും, അറിവ് കിട്ടും. അറിവ് നേടണമെന്ന് ആഗ്രഹമുള്ള ഏത് വ്യക്തിക്ക് എന്തെന്ന് അറിവ് കിട്ടും, എന്തെന്ന് അറിവ് കിട്ടും. പക്ഷേ നമുക്ക് ഈ സിസ്റ്റത്തിൽ ഉപകാരപ്രദമാവുന്ന രീതിയിലെ കാര്യങ്ങൾ എന്തായിരിക്കണം, അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് വേണം നമ്മൾ വായനാശീലം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് വായിക്കണം എന്നുള്ളത് ഈസ് ടോട്ടലി ഓൺ യു. പക്ഷേ ആ സിസ്റ്റമായിട്ട് ലിങ്ക് ആവുന്ന കാര്യങ്ങൾ വായിച്ചാൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വളരാൻ സാധിക്കും. എൻ്റെ ഇവിടെ ഒരു ബുക്ക് ഷെൽഫ് ഉണ്ട്. അതില് ബഹുഭൂരിപക്ഷം ഞാൻ വായിക്കാത്തതാ. പക്ഷെ എന്നിരുന്നാൽ പോലും ഓരോ ദിവസം എനിക്ക് കിട്ടുന്ന സമയം ഞാൻ അതിനു വേണ്ടി വായിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നുണ്ട്. ഒരു 20-25 മിനിറ്റ് ഞാൻ വായിക്കും, ഡെയിലി വായിക്കും. ചിലപ്പോൾ ഒറ്റയടിക്കായിരിക്കില്ല, പക്ഷെ എപ്പോൾ ഗ്യാപ്പ് കിട്ടുന്നോ ഞാൻ വായിക്കും. റീഡ് ഡെയിലി. അത് നിങ്ങളുടെ ചിന്താശക്തിയെ വളർത്താൻ സഹായിക്കും, നിങ്ങളെ പോസിറ്റീവായിട്ട് നിലനിർത്താൻ വേണ്ടി സഹായിക്കും, ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു പെർസെപ്ഷൻ കിട്ടാൻ വേണ്ടി സഹായിക്കും. അപ്പൊ ഡെയിലി ഒരു 15 മിനിറ്റ് എങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തണം. മൂന്നാമത്തെ കാര്യം, മൂവ് യുവർ ബോഡി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, എനർജി വേണമെങ്കിൽ നിങ്ങളുടെ ശരീരം ചൂടായ ഒരു ശരീരം ആവണം. ചൂടാവുന്ന ശരീരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിസിക്കലി എന്തെങ്കിലും ചെയ്യുന്ന ആളായിരിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഉന്മേഷം വരുള്ളൂ. നിങ്ങൾ ഒന്നും ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ നിങ്ങളുടെ റൂമിലിരിക്കുന്ന ഫാൻ 3 മാസമായിട്ട് പ്രവർത്തിച്ചില്ല. 3 മാസം കഴിഞ്ഞ് നിങ്ങൾ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഫാൻ വർക്ക് ചെയ്യില്ല. കാരണം എന്താ? അത് പൊടി പിടിച്ച് പ്രവർത്തിക്കാതെ നിർജീവമായി പോകും. ഇതന്നെ നമ്മുടെ അവസ്ഥ. നമ്മുടെ ശരീരം നമ്മൾ ഒരു എക്സസൈസും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? റസ്റ്റ് പിടിക്കും, തുരുമ്പ് പിടിക്കും. തുരുമ്പ് പിടിക്കുമ്പോൾ നമുക്ക് ആ തുരുമ്പ് പിടിച്ച ശരീരത്തിൽ നിന്ന് ഇവിടുന്ന് എനർജി ഉണ്ടാവുക. എനർജി ഉണ്ടാവണമെങ്കിൽ യുവർ ബോഡി ഷുഡ് ബി മൂവിങ്. യുവർ ബോഡി ഷുഡ് ബി മൂവിങ്. അപ്പൊ ബോഡി മൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. നാലാമതാണ് പ്ലാൻ യുവർ ഡേ. ആ ദിവസം എങ്ങനെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പണ്ട് പണ്ട് മുതിർന്നവരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ പോക്കറ്റിൽ ഒരു നോട്ട് പാഡ് ഉണ്ടാവും. ആ നോട്ട് പാഡിൽ അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് അവര് എഴുതി വെക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? ഒന്ന് പോലും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു നോട്ട് പാഡ് നമ്മൾ എത്ര പേരുടെ കയ്യിലുണ്ട്? അങ്ങനെ ഒരു നോട്ട് പാഡ് അടുത്ത ദിവസം തുടങ്ങുന്ന തലേ ദിവസം തൊട്ട് തന്നെ നമ്മൾ എഴുതി വെക്കുന്ന എത്ര പേരുണ്ട്? സോ പ്ലാൻ യുവർ ഡേ. ഒരു ദിവസം നിങ്ങൾ ആരെ കാണാൻ ഉദ്ദേശിച്ചോ, ഏത് വീട്ടിലൊക്കെ പോകാൻ ഉദ്ദേശിച്ചോ, എത്ര രൂപയുടെ സെയിൽ നടത്താൻ ഉദ്ദേശിച്ചോ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഡയറി നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം, ഒരു വർക്ക് ഡയറി. അങ്ങനെ തന്നെ ഇട്ടോളൂ, വർക്ക് ഡയറി. ഡെയിലി ഞാൻ എന്ത് ചെയ്യുന്നു, ഇന്ന് ഡേറ്റ് എത്ര വരുന്നത്? 16.
ഇന്ന് 16-ാം തീയതി ഞാൻ എന്തൊക്കെ ചെയ്തു, ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ ഇല്ലേ. ഇനി എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ അത് റെക്കോർഡ് ചെയ്യണം. സോ പ്ലാൻ യുവർ ഡേ, കൺട്രോൾ യുവർ ടൈം ആൻഡ് ഇറ്റ് കൺട്രോൾസ് യു. നിങ്ങൾ നിങ്ങളുടെ സമയത്തിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്താൽ ആ സമയത്തെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയത്തെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡേ പ്ലാൻ ചെയ്യണം. എങ്ങനെയായിരിക്കണം ഇന്നത്തെ ദിവസം. അഞ്ചാമത്തതാണ് ഈറ്റ് ക്ലീൻ. ഹെൽത്തി ബോഡി പ്ലസ് ഹെൽത്തി തോട്ട്. നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം നല്ലതായിരിക്കും, നിങ്ങളുടെ ചിന്തകൾ നല്ലതായിരിക്കും. മോശം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്തകളും മോശമായിരിക്കും, നിങ്ങളുടെ ശരീരവും മോശമായിരിക്കും. ഇറ്റ്സ് വെരി സിമ്പിൾ. സോ നല്ല ഭക്ഷണം കഴിക്കാനുള്ള അവസരം എവിടെയാണോ അവിടെ നമ്മൾ സമയം കൂടുതൽ ചെലവഴിക്കുക. അല്ലാതെ റോഡ് സൈഡിൽ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ കളർഫുൾ ആയിട്ടും കിട്ടാനുണ്ട്. നിവർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചായ കുടിക്കാം, ഒരു കടി കഴിക്കണമെങ്കിൽ കഴിക്കാം. പക്ഷെ ഇതൊരു ശീലമാക്കരുത്. നല്ലത് എവിടുന്ന് കിട്ടുന്നോ അതിന് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തുക. അല്ലെങ്കിൽ അത് നമ്മൾ പോലും അറിയാതെ കരണ്ട് തിന്നും. നമ്മൾ ഗുഡ് ഔട്ടിനെ പറ്റി പറയുന്നു, പക്ഷെ യാത്രക്കിടയിൽ പോണ സ്ഥലത്ത് നിന്നൊക്കെ നമ്മൾ ഭക്ഷണം വാരി വലിച്ച് കഴിക്കുന്നു. നമ്മുടെ ആരോഗ്യസ്ഥിതി മോശവും, നമ്മുടെ വയറ് ചാടി തുടങ്ങും. ഈ വയറ് ചാടി നമ്മൾ ന്യൂട്രീഷൻ പറയാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദിക്കും, എന്നാ പിന്നെ സാറിന് SNF ആദ്യം കഴിച്ചുകൂടെ എന്നുള്ളത്. അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഇത് ചോദിച്ചില്ലെങ്കിൽ ഒരു ഉത്തരം വരും, SNF കഴിച്ചിട്ട് ഇയാൾക്ക് റിസൾട്ട് കിട്ടില്ല, പിന്നെയാണ് എനിക്ക് റിസൾട്ട് കിട്ടാൻ പോണേ എന്നുള്ളത്. ചിന്തിക്കുക. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഹൗ യു ആർ ടോക്കിംഗ് ടു എ പേഴ്സൺ. അല്ലെങ്കിൽ അത് പറയാതിരിക്കുക. എന്നാൽ പിന്നെ നിങ്ങളുടെ ശാരീരിക സ്ഥിതി മോശമാണെങ്കിൽ നിങ്ങൾ ന്യൂട്രീഷനെ പറ്റി പറയേ വേണ്ട. വേറെ ഇഷ്ടം പോലെ പ്രൊഡക്റ്റുണ്ട്, അത് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ന്യൂട്രീഷനെ പറ്റി പറയുകയാണെങ്കിൽ യുവർ ഹെൽത്ത് ഷുഡ് ബി ഇൻ ചെക്ക്. നിങ്ങളുടെ ഫിസിക്ക് നന്നായിരിക്കണം. അതിന് കുറച്ച് സമയം എന്ത് വേണം, ഞാൻ പറഞ്ഞ പോലെ മൂവ് യുവർ ബോഡി. ജിമ്മിൽ പോവാം, വീട്ടിലിരുന്ന് ചെയ്യാം, യോഗ ചെയ്യാം. ഭക്ഷണ ക്രമീകരണങ്ങൾ, ഈറ്റ് ക്ലീനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഭക്ഷണ ക്രമീകരണം കൊണ്ടുവരിക. വാരി വലിച്ച് കഴിക്കാതെ എന്താണോ ശരീരത്തിന് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് കഴിക്കുക. അതിനെപ്പറ്റി രാജൻ സാറിന്റെ ഓൾറെഡി ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ട് പറയുന്നില്ല. ആറാമത്തെ കാര്യം, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളോട് നന്ദിയുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക. ഇന്ന് രാവിലെ നിങ്ങൾ ഇവിടെ എണീറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ് കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രകൃതിയിലെ എല്ലാ തരത്തിലുള്ള എന്താ പറയാ പദാർത്ഥങ്ങളും എല്ലാ തരത്തിലുള്ള ജീവജന്തുക്കളും എല്ലാ രീതിയിലെ എന്താ പറയാ അന്തരീക്ഷവും അതിന് കാരണമായിട്ട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നിങ്ങളുടെ രക്ഷിതാക്കള്, നിങ്ങളുടെ പൂർവികര്, നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നതും നിങ്ങളുടെ കൂടെ എന്താ പറയാ നിലനിൽക്കുന്നതുമായിട്ടുള്ള നിങ്ങളുടെ കുടുംബവും എല്ലാവരും അതിന് വലിയൊരു കാരണമാണ്. സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളായിട്ട് മാറുക, നന്ദിയുള്ള ഒരാളായിട്ട് മാറുക. എന്തിനും ഏതിനോടും. നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്ന ഒരാള് ഉണ്ട്, ശരിയല്ലേ? അദ്ദേഹം ആക്റ്റീവ് ആവാതിരിക്കാം, പക്ഷെ അദ്ദേഹം നിങ്ങളോട് ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ വന്നേനെ ഈ സിസ്റ്റത്തിൽ, അതിലൊരു സംശയമില്ല. പക്ഷേ ഇന്ന് വരില്ലായിരുന്നു, ഇന്ന് ഈ ക്ലാസ് കേൾക്കില്ലായിരുന്നു, അല്ലെ? ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ട് അവൻ ചിലപ്പോൾ നിങ്ങൾക്ക് വരാനുള്ള സമയം ഉണ്ടാവുക. അപ്പൊ എനിക്ക് പറയാനുള്ളത് നന്ദിയുള്ള ആളായിട്ട് മാറുക, ആൾക്കാരെ ബഹുമാനിക്കാൻ പഠിക്കുക, ആൾക്കാരെ എന്താ പറയാ സ്വീകരിക്കാൻ പഠിക്കുക, ആൾക്കാരെ എങ്ങനെയാണോ അതുപോലെ സ്വീകരിക്കുക. ഓക്കെ, സോ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്, അട്രാക്ട് മോർ ഓഫ് വാട്ട് യു ആർ താങ്ക്ഫുൾ. അപ്പൊ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് എന്താ വെച്ചാൽ എന്താണോ നിങ്ങൾ നന്ദിയുള്ളവനായിട്ട് മാറുന്നത് ആ കാര്യം കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. പിന്നെ ഏഴാമത്തെ കാര്യം, ലിമിറ്റ് സ്ക്രീൻ ടൈം. കുറച്ച് സമയം നമ്മൾ ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ എടുക്കുക. അതായത് നമ്മൾ വ്രതം എടുക്കും, വ്രതവും നോമ്പൊക്കെ എടുക്കും. എന്തിനു വേണ്ടിയിട്ടാ? ശരീരം ഒന്ന് ടോക്സിൻ നിന്ന് മുക്തമാവാൻ വേണ്ടിയിട്ട്. അതേപോലെ നിങ്ങളുടെ കണ്ണിനും നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങളുടെ തലച്ചോറിനും കുറച്ച് ഫ്രീനെസ് അല്ലെങ്കിൽ ഒരു പീസ് കൊടുക്കണമെങ്കിൽ കുറച്ചു നേരം മൊബൈൽ മാറ്റി വെക്കുക, ശീലാക്കുക. ഞാൻ പറയുന്നു, ഇന്ന് ഇവിടെ ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ആദ്യം ഒരു അരമണിക്കൂർ മൊബൈൽ മാറ്റി വെക്കുക, അരമണിക്കൂർ. പിന്നെ അത് 1 മണിക്കൂറിലേക്ക് ആക്കുക. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ കൊണ്ടുപോകരുത്. നിങ്ങൾ വായിക്കുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് മൊബൈൽ ഉണ്ടാവാനേ പാടില്ല. നിങ്ങൾ ആസിയമിന്റെ ഒരു വീഡിയോ കാണുമ്പോൾ അവിടെ മൊബൈലേ കൊണ്ടുപോകാൻ പാടില്ല. ലിമിറ്റ് യുവർ സ്ക്രീൻ ടൈം. അപ്പൊ ഒരുപാട് സമയം കിട്ടുന്നേ, ഒരുപാട് സമയം കിട്ടും. ഇനി ഇൻസ്റ്റ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, ഫേസ്ബുക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അറിയാം അതിൽ ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു 30 മിനിറ്റോ 15 മിനിറ്റോ ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് തന്നെ നമ്മളോട് പറയും, കുറെ ആയിട്ടാ ഇനി നിർത്തിപ്പോക്കോ എന്ന് പറയും. അപ്പൊ നമുക്ക് ഒരുപാട് സമയം എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ എന്ന കാലത്ത് വളരെ അത്യാവശ്യമാണ്. ആൻഡ് എട്ടാമത്തെ കാര്യം, ഉറക്കം. നിങ്ങളുടെ ശരീരത്തിലെ റിപ്പയർ നടക്കുന്ന, നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്ന, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അവയവങ്ങളെല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് ഉറക്കം എന്ന് പറയുന്നത്. ആ ഉറക്കത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. 6 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങളുടെ ശരീരം, ഹെൽത്തി ആയ ശരീരം ഉറങ്ങിയിരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്ലഡ് പ്രഷർ വേരിയേഷൻസ് വരും, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടും, ഒരു ക്ലാസ് കേൾക്കുമ്പോൾ അവിടെ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല, അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നേരിടും. അതുകൊണ്ട് തന്നെ 6 മണിക്കൂർ നിങ്ങൾ മിനിമം അത്ര മതി, അതിനപ്പുറം ഒന്നും പോകണ്ട. 6 മണിക്കൂറെങ്കിലും നിങ്ങൾ മിനിമം എന്ത് ചെയ്യണം, നല്ലൊരു ഉറക്കം ഉണ്ടായിരിക്കണം. അപ്പൊ ഈ 8 ശീലങ്ങൾ
8 ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏറെക്കുറെ നിങ്ങൾ ഈ സിസ്റ്റമായിട്ട് സിങ്ക്രണൈസ് ആവും. അതിന്റെ കൂടെ എന്ത് വേണം? ഒരു 9ാമത്തെ ശീലം കൂടി കൊണ്ടുവരണം. ആ ശീലത്തിന്റെ പേരാണ് 6 ബേസിക്സ്. ആ 6 ബേസിക്സ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിസ്റ്റത്തിൽ വളരും. പക്ഷെ പലപ്പോഴും ആൾക്കാർ വളരാത്തതിന്റെ ഒരു കാരണം ഇതൊരു ശീലമാവുന്നില്ല. വന്ന സമയത്ത് കുറച്ച് നാൾ ചെയ്യും, അത് കഴിഞ്ഞ പിന്നെ ആരെങ്കിലും ഒക്കെ ചെയ്തോളും, ടീമിൽ വരുന്ന ആൾ ചെയ്യും. ഇല്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യം കണ്ടിട്ടേ നിങ്ങളുടെ ടീമിലുള്ള ആൾ ചെയ്യും. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നു, 10 പേരോട് ഞാൻ RCM പറയുമ്പോൾ ഞാൻ ഈ 6 ബേസിക്സ് ചെയ്യുന്നുണ്ട്. അവര് ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് അവർ ചെയ്തു. 11ാമത്തെ ആളോട് ഞാനിത് കാണിച്ചു കൊടുക്കുന്നില്ല, കാരണം എന്റെ വിചാരി 10 പേര് ചെയ്തോളുന്ന. 11ാമത്തെ ആള് നിങ്ങളെ കണ്ടു വന്ന ആളാ, നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം അയാളും ചെയ്യില്ല. സോ 6 ബേസിക്സ് ഒരു ശീലമാക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളുടെ കൂടെ തന്നെ അതൊരു ശീലമാക്കുക. എന്നും പുതിയ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ലിസ്റ്റ് മേക്കിംഗ്, എന്നും പുതിയ ആൾക്കാരെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ നേരിട്ട് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ബസ് കാത്ത് നിൽക്കുമ്പോൾ പോലും പുതിയ ആൾക്കാരെ നിങ്ങൾ പരിചയപ്പെടുന്നുണ്ട്. അയാളുടെ പേരോ അല്ലെങ്കിൽ അവരുടെ പേരോ നിങ്ങൾ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. എന്നും ആരെങ്കിലും ഒരാളെ വിളിക്കുക, ഒന്ന് ഇൻവൈറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരമുണ്ട് എന്ന് പറഞ്ഞിട്ട് പുതിയ ആൾക്കാർ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആൾക്കാർ ഒരു മീറ്റിങ്ങിനോ കാര്യങ്ങൾക്കോ ഇൻവൈറ്റ് ചെയ്യുക. പ്രസന്റേഷൻ, എന്നും പ്രസന്റേഷൻ കാണിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്നും ഫോളോ അപ്പ് ചെയ്യുക, എന്നും ജോയിനിങ്ങിന് ഫോക്കസ് ചെയ്യുക. ഈ പറഞ്ഞ 6 കാര്യങ്ങളും നിങ്ങൾ ഡെയിലി ചെയ്താൽ ഞാൻ പറയുന്നു 2 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പിന്നിലേക്ക് എത്താൻ ഇത് തീർച്ചയായിട്ടും സഹായിക്കുക, അതിലൊരു സംശയമില്ല. പക്ഷേ ഈ 6 ബേസിക്സ് ശീലമാവാത്തോണ്ടാണ് പ്രശ്നം വരുന്നത്. ഇത് ശീലമായിട്ടില്ല. വന്ന തുടക്കത്തിൽ ഒരു 3 മാസം ചെയ്തു, പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? നേരിട്ട് ട്രെയിനിങ്ങിന് കിടന്നു. അതുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ ടീമിന് ട്രെയിനിങ് മാത്രം കൊടുത്തുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ട് മാറിയാൽ മാത്രമേ ആ ട്രെയിനിങ് എഫക്റ്റീവ് ആവുള്ളൂ. സോ ശീലമാക്കുക. 6 ബേസിക്സിനെ ഈ പറഞ്ഞ 8 കാര്യങ്ങളെ പോലെ തന്നെ എന്താക്കുക? ഒരു ശീലമാക്കിയിട്ട് മാറ്റുക. അപ്പോഴാണ് ബിസിനസ് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോവുള്ളൂ, വളരുള്ളൂ. എക്സ്പോണൻഷ്യൽ ആയിട്ട് ഒരു ഗ്രോത്ത് വരണമെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ നിരന്തരമായി 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 ചെയ്തുകൊണ്ടിരിക്കണം. സോ 6 ബേസിക്സ് പ്ലസ് ഹാബിറ്റ്. ഹൗ ടു ബിൽഡ് യുവർ സെൽഫ്. ഇനി ഈ ഒരു കാര്യവും നമ്മൾ എന്ത് ചെയ്യണം? ഈ സിസ്റ്റത്തിൽ വളരെ അത്യാവശ്യം. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശീലങ്ങളെ ഒന്ന് മാറ്റുക എന്നുള്ളതാണ്. ആ ശീലങ്ങൾ മാറ്റിയോണ്ട് മാത്രം എന്താവില്ല, നിങ്ങൾ വളരില്ല. നിങ്ങൾ വളരണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ആറ്റിറ്റ്യൂഡ് മാറണം, നിങ്ങളുടെ അറിവ് മാറണം, നിങ്ങളുടെ സ്കില്ല് മാറണം. ഈ 3 കാര്യങ്ങളും മാറിയാലാണ് എന്ത് സംഭവിക്കുള്ളൂ? നിങ്ങൾ പേഴ്സണലി വളരുള്ളൂ. നിങ്ങളുടെ പേഴ്സണൽ വളർച്ചയാണ് നിങ്ങളുടെ ടീമിന്റെ വളർച്ചയായിട്ട് പിന്നീട് മാറുക. കാരണം നിങ്ങൾ വളരാനുണ്ടായ സാഹചര്യങ്ങൾ എന്താണ്, വേണ്ട കാര്യങ്ങൾ എന്താണ് നിങ്ങൾ അറിയുമ്പോഴാണ് അത് നിങ്ങളുടെ ടീമിന് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. സോ ആദ്യം വേണ്ട കാര്യം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക എന്നുള്ളതാണ്. ആറ്റിറ്റ്യൂഡ് എങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം? പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. എല്ലാവരോടും ഒരേ രീതിയിൽ ഒരേ ഫോമിൽ പെരുമാറാൻ പറ്റണം നിങ്ങൾക്ക്. ഇന്ന ആള് ഇന്ന സ്ഥലത്തു നിന്നാണ്, ഇന്ന ആള് ഇന്ന ബാക്ക്ഗ്രൗണ്ട് ആണ്, അങ്ങനെയല്ല. എല്ലാവരും തുല്യമായിട്ട് അവർക്ക് വേണ്ട പ്രാധാന്യം ബഹുമാനം കൊടുക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയിരിക്കണം. നല്ല കാര്യങ്ങളെ ഉൾക്കൊള്ളാനും ചീത്ത കാര്യങ്ങളെ പ്രതികരിക്കാതെ തള്ളിക്കളയാനും നമുക്ക് പറ്റണം. പ്രതികരിക്കാതെ തള്ളിക്കളയാൻ പറ്റണം എന്ന് വെച്ചാൽ അതിനെ പ്രതികരിക്കാൻ നിന്ന് ഒരുപാട് സമയം നമ്മൾ അവിടെ പോകും, ഒരുപാട് എനർജി നമ്മുടെ പോകും. അത് ആവശ്യമല്ലെങ്കിൽ ആവശ്യമല്ല എന്നുള്ളത് മാത്രം മനസ്സിലാക്കി അതിനെ ജീവിതത്തിൽ നിന്ന് പുറം തള്ളി നല്ല കാര്യങ്ങളെ ഉൾക്കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് വളരാനുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ വ്യക്തിഹത്യ ചെയ്യാനല്ല, പകരം എനിക്ക് വളരാനുള്ള ഒരു കാര്യം പറഞ്ഞു തന്നാന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു മനോഭാവം വേണം. അതിനെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. ലേണിംഗ് ആറ്റിറ്റ്യൂഡ്, എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ആറ്റിറ്റ്യൂഡ്. രാജൻ സാറ് പറയാറുണ്ട്, ഈ സിസ്റ്റത്തിൽ വന്ന് 19 കൊല്ലമായിട്ടും 1% പോലും 1% മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ ഇനിയും പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, ശരിയല്ലേ? അപ്പൊ ആ മനോഭാവം ഉള്ള ഒരാൾക്ക് ഈ സിസ്റ്റത്തിൽ വളരാൻ പറ്റും. അല്ലാതെ ഞാൻ എല്ലാം തികഞ്ഞ ആളാണ്, എനിക്ക് MBA ഉണ്ട്, ഞാൻ BCom ഫസ്റ്റ് ക്ലാസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിൽ ആൾക്കാർ നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ആവില്ല. ആൾക്കാർ അസോസിയേറ്റ് ആവണമെങ്കിൽ അവരിൽ ഒരാളായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റണം. അവരുടെ കൂടെ നിന്ന് അവരുടെ കാര്യങ്ങൾ കേട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ട ബഹുമാനം കൊടുത്ത് അവരിൽ നല്ലൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് മാറിയാൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ് വളരൂ. സോ ഇതൊക്കെ പറ്റണമെങ്കിൽ ആദ്യം നിങ്ങൾ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാവണം. അതിനെന്ത് വേണം? നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നന്നാവണം. ഇംഗ്ലീഷിൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്നുള്ള അക്ഷരത്തിന്റെ എന്താ പറയാ നമ്പർ ന്യൂമറിക്കൽസ് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കൂടി കൂട്ടുമ്പോൾ 100% എന്നാ വരും. സോ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾക്ക് ഈ ഭൂമിനെ മൊത്തം എന്താ പറയാ മാറ്റിമറിക്കാൻ സാധിക്കും. അയാൾക്ക് പരിമിതമായ അറിവേ ഉള്ളൂ, അത്ര കഴിവില്ലെങ്കിൽ പോലും ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് നല്ലതാണെങ്കിൽ വരേണ്ട കാര്യങ്ങൾ അയാളിലേക്ക് വന്നു ചേരും. സോ ആറ്റിറ്റ്യൂഡ് നന്നാവുക. രണ്ടാമത്തെ കാര്യമാണ് നോളേജ്.
ആ നോളേജ് എവിടെ നിന്ന് കിട്ടുക? ട്രെയിനിങ് ക്ലാസ്സുകളിൽ നിന്ന്, മീറ്റിങ്ങിൽ നിന്ന്, ഇതുപോലത്തെ സൂം പ്രോഗ്രാമിൽ നിന്ന്. ആ നോളേജ് എടുക്കാൻ നമ്മൾ ഒരു മടിയും കാണിക്കരുത്. കാരണം ഇത് ഇഷ്ടം പോലെ ഇങ്ങനെ കിടക്കാന്നേ, ഇഷ്ടം പോലെ കിടക്കുക. നോളേജ് നമുക്ക് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് കാര്യം. അതിന് നമ്മൾ സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പൊ നോളേജ് നിങ്ങളുടെ എല്ലായിടത്തും ഇങ്ങനെ എന്താ പറയാ ചുറ്റുമുണ്ട്, സർവത്രയുണ്ട്. അതിനെ നമ്മുടെ രീതിയിൽ ഉപകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. ആ നോളേജ് നമ്മൾ എന്താ പറയാ കൈവരിക്കണം. ഒരിക്കൽ നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു എന്താ പറയുക ഒരു ത്വര വരും. കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം, കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുള്ളൊരു ത്വര വരും. പിന്നെ നിങ്ങൾ തന്നെ ആ ശീലാക്കിയിട്ട് അതിനെ മാറ്റും. ഇനി ആറ്റിറ്റ്യൂഡും നോളേജ് കൊണ്ടും മാത്രം കാര്യമില്ല. ഇത് രണ്ടും കൂടി കൂടി ചേരുമ്പോഴാണ് എന്ത് വരിക? സ്കില്ല് വരിക. കാരണം ഒരു ആക്ഷൻ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? സ്കില്ല് വേണം. ആ സ്കില്ല് നമുക്ക് കിട്ടിവിടുന്ന ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡും നോളേജും കൃത്യമായിട്ട് വന്നു ചേരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ സ്കില്ല് തന്നെത്താനെ ഫോം ആവും. ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. വേറെ രീതിയിൽ നിങ്ങൾക്ക് കിട്ടാം, പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് കിട്ടാനുള്ള അവസരം എന്ന് വെച്ചാൽ അത് വേറൊന്നുമല്ല, നിങ്ങളെ ഈ സിസ്റ്റത്തിൽ വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, ഈ സിസ്റ്റത്തിൽ വിജയിച്ച ആളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ സിസ്റ്റത്തിൽ അനവധി ലീഡേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. അവരൊക്കെ വിജയിച്ച ആൾക്കാരാണ്. ആ വിജയിച്ച ആൾക്കാരിൽ നിന്ന് എന്ത് ചെയ്യുക? മെന്റർഷിപ്പ് എടുക്കുക. അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. അവര് വിജയിച്ച ആൾക്കാർ, അവർ ഇതൊക്കെ ചെയ്തു വന്ന ആൾക്കാരാ. അവരെ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. ആറ്റിറ്റ്യൂഡ് വരും, നോളേജ് വരും, സ്കില്ല് വരും. രാജൻ സാറ് വിജയിച്ച ആളാണ്. ഗിരീഷ് സാർ വിജയിച്ച ആളാണ്. സജീവ് സാർ വിജയിച്ച ആളാണ്. നമ്മുടെ എന്താ പറയുക ഇപ്പൊ ലേറ്റസ്റ്റ് എമറാൾഡ് അച്ചീവർ ആയിട്ട് മാറിയ നമ്മുടെ ഷൈൻ സാർ വിജയിച്ച ആളാണ്. ശരിയല്ലേ? ഇപ്പൊ ഇവരെ കണ്ട് പഠിക്കണം. ബാക്കി എല്ലാ അച്ചീവേഴ്സ്, എമറാൾഡ് അച്ചീവേഴ്സ് ആയിക്കോട്ടെ, റോയൽറ്റി ടെക്നിക്കലൊക്കെ ഇവരൊക്കെ വിജയിച്ച ആൾക്കാരാ. ഈ വിജയിച്ച ആൾക്കാർ എന്ത് ചെയ്തു? അതിനവരെന്ത് മാറ്റം കൊണ്ടുവന്നു? ഇത് നമ്മളൊന്ന് നോക്കി പഠിച്ചാൽ മതി. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ വേറൊരു സ്ഥലത്ത് ഒരാളെ അല്ല നമ്മൾ നോക്കി പഠിക്കേണ്ടത്. നമ്മുടെ ടീമിൽ ആദ്യത്തെ ഒരു 10 ലീഡേഴ്സിന്റെ നിരയിൽ വരുന്ന ഒരാളെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി. കാരണം എന്താണെന്നറിയോ? അയാൾക്ക് നമ്മുടെ വളർച്ചയിൽ ഒരു ലാഭം ഉണ്ടായിരിക്കണം. ആ വളർച്ചയിൽ അദ്ദേഹത്തിന് ഒരു നേട്ടം ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരാള് ആണ് നിങ്ങൾ മെന്ററായിട്ട് എടുക്കുക എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് 100% കിട്ടും. വേറൊരു സ്ഥലത്ത് അപ്പുറത്തെ ഒരു പാരലൽ ടീമിന്റെ അവിടെ പോയിട്ട് ഇയാളാണ് എന്റെ മെന്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നിങ്ങളുടെ ലെഗ് സ്ട്രക്ചർ അറിയില്ല, നിങ്ങളുടെ ഡെപ്തിൽ ആരാ വരുന്നതെന്ന് അറിയില്ല, നിങ്ങൾ ഒരു രീതിയിൽ അയാൾക്ക് സഹായിക്കാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങൾ പുറന്തോടിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റുന്നല്ലാതെ ബിസിനസ് പരമായ വളർച്ചയ്ക്ക് നിങ്ങളുടെ ലൈൻ ഓഫ് സ്പോൺസേഴ്സിൽ വരുന്ന 10 പേരെ ഏതെങ്കിലും ഒരാളെ വേണം നിങ്ങൾ ആരായിട്ട് എടുക്കാൻ? മെന്ററായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി. കാരണം എന്താ? അദ്ദേഹത്തിന് നിങ്ങളുടെ വളർച്ചയിൽ ഒരു ലാഭമോ അല്ലെങ്കിൽ ഒരു നേട്ടമോ കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും? നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പൂർണ്ണ പിന്തുണ തരും. നിങ്ങൾ വളരാനുള്ള എല്ലാ അവസരങ്ങളും സൃഷ്ടിക്കും. സോ എങ്ങനെയാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നോളേജ്, സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ വിജയിച്ച ആൾക്കാരെ നോക്കി പഠിക്കുക. അവരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുക. അവരുടെ പ്രോഗ്രാമുകൾ കൂടുതൽ അറ്റൻഡ് ചെയ്യുക. അവരെ മെന്റർഷിപ്പ് സ്ഥാനത്തിലേക്ക് എടുക്കുക. ഹൗ ടു ബിൽഡ് AKS, ആറ്റിറ്റ്യൂഡ്, നോളേജ് ആൻഡ് സ്കിൽ. അത് വളർത്താനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴിയാണ്. ഇനി നമുക്ക് പലതരത്തിലെ സ്കില്ലുകൾ ഈ സിസ്റ്റത്തിൽ മുന്നോട്ട് പോകാൻ വേണം. അതിൽ ഏറ്റവും അത്യാവശ്യമുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്, അതുപോലെ പ്രസന്റേഷൻ സ്കിൽ ഉണ്ട്, ഒരാളെ എന്താ പറയാ ഇൻവൈറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ട്. അങ്ങനെ ഒരുപാട് സ്കില്ലുകൾ ഉണ്ട്. പക്ഷേ ഈ സിസ്റ്റത്തിൽ ഒരു ടീമിനെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട സ്കില്ലാണ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് സ്കിൽ. എങ്ങനെ നിങ്ങളുടെ ടീമുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളർത്തിയെടുക്കാൻ പറ്റും? ഇതൊരു സ്കില്ലാണ്. ഈ സ്കില്ലിനെ പറ്റിയിട്ട് പൊതുവേ ഞാൻ അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. പക്ഷേ നമ്മൾ പറയുന്ന മറ്റെല്ലാ ടോപ്പിക്കുകളിലും ആ സ്കില്ലിന് വേണ്ട കാര്യങ്ങൾ കവറപ്പ് ആവാറുണ്ട്. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും. പക്ഷെ പൊതുവേ നമ്മൾ പറഞ്ഞു വരാറുള്ളത് ഇൻവിറ്റേഷൻ സ്കില്ല് പറയാറുണ്ട്, പ്രസന്റേഷൻ സ്കില്ല് പറയാറുണ്ട്, ഫോളോ അപ്പ് സ്കില്ല് പറയാറുണ്ട്. അങ്ങനെ അനവധി സ്കില്ലുകൾ, സെയിൽസ് സ്കില്ല് നമ്മൾ പറയാറുണ്ട്. പക്ഷെ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് സ്കില്ലാണ് ഈ ബിസിനസ്സിൽ നിങ്ങളും നിങ്ങളുടെ ടീമിനെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ. അതിന് എന്ത് വേണം? 5 കാര്യങ്ങൾ വേണം. ഒന്നാണ്, നിങ്ങൾ ആക്റ്റീവ് ലിസണർ ആയിട്ട് മാറണം. ഫുൾ കോൺസെൻട്രേറ്റ്, അണ്ടർസ്റ്റാൻഡ്, റെസ്പോണ്ട് ആൻഡ് റിമെമ്പർ വാട്ട് ദ അതർ പേഴ്സൺ സേസ്. നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറയുന്ന കാര്യങ്ങളെ മുഴുവൻ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കണം. മൊത്തം കേട്ടതിന് ശേഷം മാത്രമേ നമ്മൾ പ്രതികരിക്കാൻ പാടും. പ്രതികരിക്കുന്നേക്കാളും മുന്നേ നമ്മൾ ചിന്തിക്കണം, ഞാൻ ഇങ്ങനെ പ്രതികരിച്ചാലാണോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിച്ചാലാണോ അത് ബിസിനസ്സിന് ഗുണം ചെയ്യുക? ഇത് നമ്മൾ ചിന്തിക്കണം. ഏതൊരു പ്രതികരണത്തിന് മുന്നേ നമ്മൾ ചിന്തിക്കണം, ഇത് ബിസിനസ്സിന് ഗുണം ചെയ്യുന്ന പ്രതികരണമാണോ അല്ലയോ എന്നുള്ളത്. ഫുള്ളി കോൺസെൻട്രേറ്റ്. അവർ പറയുന്ന കാര്യങ്ങൾ മൊത്തം കേട്ടതിന് ശേഷം നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും അവരോട് ചോദിക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? റെസ്പോണ്ട് ചെയ്യുക. ആൻഡ് ഓൾവേസ് റിമെമ്പർ വാട്ട് ദ അതർ പേഴ്സൺ സേസ്. അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ആക്റ്റീവ് ലിസണർ ആയിട്ട് മാറുക. ആ ആക്റ്റീവ് ലിസണിങ്ങിൽ തന്നെ അദ്ദേഹം പറയുന്ന പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം ഉണ്ടായിരിക്കും. കേട്ടാൽ മാത്രം മതി. കേട്ട് 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 അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കും. ഇന്ന്
സൈക്കോളജിസ്റ്റുകളോ അല്ലെങ്കിൽ മാനസിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിദഗ്ധരോ അവര് ഒരു കൗൺസിലിംഗ് സെഷൻ വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ആ പേഷ്യന്റ് വന്നാൽ അയാൾ പറയുന്ന കാര്യങ്ങൾ മണിക്കൂറോളം കേൾക്കും. പറയൂ, പറയൂ, എന്താണ് നമുക്ക് അതിനൊരു പോംവഴി? അപ്പൊ അവര് തന്നെ പറയും. അവരെ കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ കേട്ടാൽ മതി. രണ്ടാമത്തെ കാര്യം, കേൾക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് എന്താ? എമ്പതി, ദ അബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷെയർ ദ ഫീലിംഗ് ഓഫ് അനദർ. അതായത് അയാൾ ആ കാര്യം പറയുമ്പോൾ അയാൾ അത് എന്തുകൊണ്ട് പറഞ്ഞു, അയാൾ വന്ന ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ ഉള്ളിലുണ്ടായ മാനസിക സംഘർഷങ്ങൾ, അയാൾ നേരിട്ട ബുദ്ധിമുട്ടുകൾ, അയാളുടെ കൾച്ചർ, ഇതൊക്കെ ഫാക്ടേഴ്സാ. അപ്പൊ നമ്മളൊന്ന് നമ്മളെ ആ വ്യക്തിയുടെ കാലിൽ എന്താ പറയുക, ചെരുപ്പിലിട്ട് നോക്കുക. അയാളുടെ ഭാഗത്തു നിന്ന് നമ്മൾ കാര്യങ്ങളെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പകുതി പ്രശ്നം തീരും. എന്നോട് ചിലപ്പോൾ ചില അസോസിയേറ്റ്സ് വളരെ ചൂടായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സംസാരിക്കാറുണ്ട്. ഞാനത് കാര്യമാക്കാറില്ല. കാരണം എനിക്കറിയാം അവർ വന്ന ബുദ്ധിമുട്ടുകൾ ഏത് രീതിയിലായിരുന്നു, അവർ വന്ന കഷ്ടതകൾ ഏത് രീതിയിലായിരുന്നു, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഏതായിരുന്നു, എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അതിന് പ്രതികരിക്കാനൊന്നും പോവാറില്ല. എന്ന് വെച്ച് തീരെ ക്ഷമയുള്ള ആളാന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോ കടിഞ്ഞാണൊക്കെ പൊട്ടും. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ പറഞ്ഞില്ലേ, ഇമ്പ്രൂവ്മെന്റ്. എപ്പോഴും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു രീതിയുണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷം ഞാൻ ചിന്തിക്കുക അയാൾ അങ്ങനെ പറയാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളതാണ്. ആ എമ്പതി നമുക്ക് വേണം, ഈ ബിസിനസ്സിൽ വളരെ അത്യാവശ്യം. പിന്നെയാണ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഫലപ്രദമായിട്ട് പറയുന്നതിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. RCMന്റെ കമ്പനി പ്രൊഫൈലും RCMന്റെ പ്ലാനും അനവധി ലീഡേഴ്സ് പറയാറുണ്ട്. പക്ഷെ എല്ലാ ലീഡേഴ്സും പറയുമ്പോൾ അത്ര സക്സസ് ഒന്നും ആവാറില്ല. കാരണം വേറൊന്നുമല്ല, അവര് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോ ചിലവർക്ക് കണക്ട് ആവില്ല. അപ്പൊ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഒരു 90 വയസ്സുള്ള ഒരു അമ്മൂമ്മ നിങ്ങളുടെ മുന്നിൽ വന്നാൽ പോലും നമ്മൾ പറയുന്ന കാര്യം ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റണം. എത്ര അറിവുകളാണ് നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിൽ, കോടിപതി ആവാനുള്ള അറിവുണ്ടാവും. പക്ഷെ ആ അറിവല്ല അവിടെ പറഞ്ഞു കൊടുക്കണ്ട. ആ അമ്മുമ്മയ്ക്ക് അത് മനസ്സിലായോ, അവിടെയാണ് നിങ്ങളുടെ വിജയം. അപ്പൊ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ കൃത്യമായ രീതിയിൽ മറ്റൊരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന പാകത്തിൽ ഫലപ്രദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം. അതിന് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൈകൾ ഉപയോഗിക്കാം. നിങ്ങളുടെ ടോൺ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ഡ്രസ് കോഡ് തന്നെ ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇതൊക്കെ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. പിന്നുള്ളതാണ് ട്രസ്റ്റ് വർത്തിനെസ്, ബീങ് റിലയബിൾ ആൻഡ് കീപ്പിംഗ് കോൺഫിഡൻസ്. അതായത് അവർക്ക് വിശ്വാസം കൊടുക്കുക. ഇത് ശരിയാവും, ഇത് റെഡിയാവും, ഇത് ഓക്കെ ആവും എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അത് റെഡി ആയിക്കോളണമെന്നൊന്നും ഇല്ല. പക്ഷെ ഫോൾസ് പ്രോമിസ് കൊടുക്കണം എന്നല്ല, അതായത് റെഡി ആവാത്ത ഒരു കാര്യം റെഡി ആവും എന്ന് പറയാനല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവർക്ക് എന്ത് ചെയ്യുക, ആ വിശ്വാസം, ഇത് ശരിയായില്ലെങ്കിൽ നോ പ്രോബ്ലം, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ട്രസ്റ്റ് ആണ് അവരെ ഈ ബിസിനസ്സിൽ പിടിച്ചു നിർത്തുന്നത്. ആൻഡ് അടുത്തതാണ് അഡാപ്റ്റബിലിറ്റി. സാഹചര്യങ്ങൾ മാറും, സിസ്റ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചൊരു പ്രൊഡക്റ്റ് കുറച്ച് നാളത്തേക്ക് വന്നു എന്ന് വരില്ല. ഇതൊക്കെ ജീവിതത്തിൽ സർവ്വസാധാരണമാണ്. അത്തരം ബുദ്ധിമുട്ടുള്ള അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടത്തിൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഇമോഷണൽ റിസലയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമോ ഒരു ബുദ്ധിമുട്ടോ വന്നാൽ അതിനെ മെച്യൂർ ആയിട്ട് പക്വതയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ്, ആ സാഹചര്യത്തിനൊപ്പം മാറാൻ പറ്റുന്ന ആ ഒരു കഴിവ്, അത് ഈ സിസ്റ്റത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അഡാപ്റ്റബിലിറ്റി. ചിലപ്പോ ചില മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരാളോട് പറയും നിങ്ങൾ ബോർഡ് കൊണ്ടുവരണമെന്ന് പറയും. അയാൾ ചിലപ്പോൾ ബോർഡ് കൊണ്ടുവരില്ല. ആ സമയത്ത് പരിഭ്രാന്തരായി പേടിക്കല്ല വേണ്ടേ. ആ സമയത്ത് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അതിനെ മറികടക്കാൻ ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ചില സ്ഥലത്ത് സ്റ്റാൻഡ് എത്തില്ല, അപ്പോൾ ആ ബോർഡിനെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തുക. അവിടെ നമ്മൾ എന്താവണം, ഒരു പ്രോബ്ലം സോൾവർ ആയിട്ട് മാറണം. നമ്മുടെ അഡാപ്റ്റബിലിറ്റി നമ്മൾ കൂടണം. അപ്പൊ ഈ 5 കാര്യങ്ങളും ഉള്ള ഒരാൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് അവരുടെ ടീമുമായിട്ട് ഉണ്ടാവുള്ളൂ. എല്ലാ സ്കില്ലും അത്യാവശ്യമാണ്, പക്ഷേ ടീം വളർച്ചയ്ക്ക് റിലേഷൻ ബിൽഡിംഗ് സ്കില്ല് വളരെ അത്യാവശ്യമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു നമ്മളൊരു മെന്ററിനെ തെരഞ്ഞെടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ നോളേജ്, നമ്മുടെ സ്കില്ല് വളർത്തിയെടുക്കാൻ വേണ്ടി. അങ്ങനെ അത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മേക്ക് യുവർ ആക്റ്റീവ് അപ്ലൈൻ എ പാർട്ട്ണർ ഓഫ് യുവർ ഡ്രീംസ് ആൻഡ് ഗോൾസ്. നിങ്ങൾ തെരഞ്ഞെടുത്ത ആളോട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഡ്രീംസ് ആൻഡ് ഗോൾസ് അവരോട് പറയണം. സാറേ, എനിക്ക് ഇത് നേടിയെടുക്കണം, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആക്റ്റീവ്, എഫക്റ്റീവ്, കെയറിംഗ്, ഗ്രോയിങ് അപ്ലൈനുമായിട്ട് കൗൺസിൽ ചെയ്യണം. അവരോട് പറയാം ഞാൻ എന്തിനാണ് ഈ ബിസിനസ് തുടങ്ങിയത്, അടുത്ത ഏത് പൊസിഷനിലേക്കാണ് ഞാൻ എത്തേണ്ടത്, അതിന് എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അടുത്ത 6 മാസത്തെ ഒരു വരുമാനം എങ്ങനെയായിരിക്കും, ഏത് രീതിയിലേക്ക് എനിക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അടുത്ത 5 കൊല്ലത്തെ പ്ലാൻ. ഈ 4 കാര്യങ്ങളും നിങ്ങളുടെ അപ്ലൈന്റെ കൂടെ ഇരുന്ന് നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടതാണ്, കൗൺസിൽ ചെയ്യേണ്ടതാണ്. ആലോചിച്ച് നോക്കണം. നമ്മളെ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന ആള് ചിലപ്പോൾ നിങ്ങളെക്കാളും എന്താ പറയാ, നിങ്ങളെക്കാളും ഒരു 2-3 ദിവസം വന്ന ആളായിരിക്കും. മൂപ്പർക്ക് ചിലപ്പോൾ നിങ്ങളുടെ അത്ര തന്നെയാവും ഈ സിസ്റ്റം അറിയുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ കൗൺസിൽ ചെയ്യുന്ന ആള് ശ്രദ്ധിക്കണം, അയാള് നിങ്ങളെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം, റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം, ഇതിൽ വിജയിച്ച ഒരാളായിരിക്കണം, ഇതിൽ പൊസിഷൻ മാറുന്ന ഒരാളായിരിക്കണം, എല്ലാവർക്കും നല്ല ബഹുമാനവും ആദരവുള്ള ഒരു വ്യക്തിയായിട്ട് ഉണ്ടാവണം. അങ്ങനത്തെ ഒരാളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മെന്റർഷിപ്പ് സ്വീകരിച്ച് അവരോട് ചോദിക്കുക, സാറേ
അടുത്ത പൊസിഷൻ എത്താൻ ഞാൻ എന്ത് ചെയ്യണം? അടുത്ത 6 മാസം ഈ വരുമാനത്തിലേക്ക് എത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഓരോ കൊല്ലത്തും എന്റെ പ്ലാനിങ് എങ്ങനെയായിരിക്കണം? ഈ കാര്യങ്ങൾ അവരെ ഇരുത്തി നമ്മൾ കൗൺസിൽ ചെയ്യണം. നമ്മുടെ സ്വപ്നങ്ങളുടെയും നമ്മുടെ ലക്ഷ്യങ്ങളുടെയും ഒരു പാർട്ട്ണർ ആക്കിയിട്ട് ആരെ മാറ്റണം? നിങ്ങളോട് ആരാണോ ഈ ബിസിനസ് പറഞ്ഞത് ആ വ്യക്തിനെ, അല്ലെങ്കിൽ അവരുടെ അപ്ലൈനെ ആരാണോ നിങ്ങൾക്ക് കുറച്ചും കൂടിയും, ഞാൻ പറഞ്ഞില്ലേ, കണക്ട് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നേടിത്തരാൻ പറ്റും, നിങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമുള്ള ഒരാളെ തെരഞ്ഞെടുത്ത് വേണം നിങ്ങൾ ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരിക്കലും, ഞാൻ പറഞ്ഞില്ലേ, വേറെ ടീമിൽ ഒരാളാവരുത്. കാരണം അയാൾക്ക് നിങ്ങളുടെ ലെഗ് സ്ട്രക്ചറോ കാര്യങ്ങളൊന്നും അറിയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അയാളുടെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഭയങ്കര ബഹുമാനമൊക്കെ തോന്നിയേക്കാം, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അദ്ദേഹത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക, പക്ഷെ നേരിട്ടൊരു അഭിപ്രായം അദ്ദേഹത്തിന് എടുക്കാനുള്ള ഒരു എത്തിക്കൽ കണ്ടക്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം അത് സിസ്റ്റത്തിന് നിരക്കാത്ത കാര്യം. കാരണം ആൾക്ക് നിങ്ങളുടെ ലെഗ് സ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. നിങ്ങളുടെ ലെഗ് സ്ട്രക്ചർ അറിയുന്നത് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ടോപ്പ് 10 സ്പോൺസേഴ്സിലെ ഒരാൾക്ക്, നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 10 പേർക്ക് അറിയാം. അതിൽ ആരെയാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തം. അപ്പൊ ലീഡർ പറയുന്നതും മെന്റർ പറയുന്നതും നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് കേൾക്കണം, അതിനെ ഉൾക്കൊള്ളണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവരോട് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യം ചോദിക്കണം. വെൻ ടു റീച്ച് നെക്സ്റ്റ് പൊസിഷൻ, എപ്പോഴാണ് ഞാൻ അടുത്ത പൊസിഷനിലേക്ക് എത്തേണ്ടത്? നിങ്ങൾ ഈ സിസ്റ്റത്തിലേക്ക് വന്നു വന്നു നിങ്ങൾ ചോദിക്കേണ്ട ആദ്യത്തെ കാര്യം, ബിഗിനർ ആവാൻ എന്ത് ചെയ്യണം? ബിഗിനർ ആയ ഒരാൾ ചോദിക്കണം സ്റ്റാർട്ടർ ആവാൻ എന്ത് ചെയ്യണം? സ്റ്റാർട്ടർ ആയ ചോദിക്കണം ഓപ്പണർ ആവാൻ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ സാധ്യത ഉണ്ടെങ്കിൽ അവർ പറയും, നിങ്ങൾ എന്തിനാ സ്റ്റാർട്ടർ പിടിച്ചിരിക്കുന്ന, ഓപ്പണർ ഡയറക്റ്റ് ആയിക്കൂടെ? അതിനെന്ത് വേണം? അടുത്ത 6 മാസം എനിക്ക് ഈ വരുമാനം വേണം, അത് നേടാൻ ഞാൻ എന്ത് ചെയ്യണം? ഓരോ കൊല്ലവും 5 കൊല്ലത്തെ പദ്ധതി അത് നമ്മുടെ കയ്യിൽ വേണം. അത് നമ്മുടെ ലീഡറായിട്ട് നമ്മൾ കൗൺസിൽ ചെയ്യണം. അടുത്ത 5 കൊല്ലത്തിൽ എന്റെ നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇനിയിപ്പോ 5 കൊല്ലം എടുക്കുവോ? ചോദ്യം ഇതാണ്. പല ആൾക്കാരും ചോദിക്കും 5 കൊല്ലം എടുക്കുവോ? അപ്പൊ അവരോട് എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാലോ, ഓക്കെ, നിങ്ങൾ ഈ സിസ്റ്റത്തിൽ വന്നില്ല, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ ഈ 5 കൊല്ലം പണിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തില്ല. പക്ഷെ അതേ കാര്യം 5 കൊല്ലം ഇവിടെ കൊടുത്തു നോക്കിയേ, നിങ്ങൾ എത്തേണ്ടോടത്ത് എത്തിയിരിക്കും, ഒരു സംശയമില്ല. അതെന്റെ ഗ്യാരണ്ടിയാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിനെന്ത് വേണം? വ്യക്തമായിട്ടുള്ള പ്ലാനിങ് വേണം. അപ്പോ നിങ്ങൾക്ക് ഈ ആറ്റിറ്റ്യൂഡും സ്കില്ലും നോളേജും കൂടണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ സ്വപ്നങ്ങളിലും, നിങ്ങളുടെ സ്വപ്നവും നിങ്ങളുടെ ഗോളുകളിലും നിങ്ങളുടെ ആക്റ്റീവ് അപ്ലൈനെ ഒരു പങ്കാളിയാക്കുക. അദ്ദേഹത്തോട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറയാം. സാറേ എനിക്കിത് കിട്ടണം, എനിക്കിത് നേടിയെടുക്കണം, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? സാറ് പറഞ്ഞ പോലെ ഞാൻ ചെയ്യാൻ റെഡിയാണ്. പക്ഷെ ആള് പറഞ്ഞ പോലെ ചെയ്യാൻ റെഡി ആവണം. അല്ലാതെ ആള് പറഞ്ഞ കാര്യത്തിൽ നിന്ന് സാറേ ഇതിൽ ആദ്യത്തെ 2 കാര്യം ഞാൻ ചെയ്യാം, ബാക്കി 4 കാര്യം എനിക്ക് പറ്റില്ല കേട്ടാ, അങ്ങനെ പറയാൻ പറ്റില്ല. അവിടെ കണ്ടീഷൻ നമ്മൾ വെക്കാൻ പാടില്ല. പല ആൾക്കാരും കണ്ടീഷൻ വെച്ചിട്ടാ പണിയെടുക്കുക. കണ്ടീഷൻ വെച്ച് പണിയെടുത്തു കഴിഞ്ഞാൽ കണ്ടീഷൻ അനുസരിച്ചിട്ടാ കാശ് കിട്ടുള്ളൂ. കണ്ടീഷൻ ഇല്ലാതെ പണിയെടുത്ത ഒരു കണ്ടീഷനും ഇല്ലാത്ത രീതിയിൽ കാശ് കിട്ടും. മനസ്സിലാവണ്ട? അപ്പോ അങ്ങനെ തടയില്ലാതെ കാശ് കിട്ടണമെങ്കിൽ ഒരു കണ്ടീഷൻ നമ്മൾ വെക്കാൻ പാടില്ല. അവർ പറയുന്ന കാര്യം 6 മാസം കൊണ്ട് എനിക്ക് ഇന്ന പൊസിഷൻ എത്തണം, ഓക്കെ, ഞാൻ ഇത് ചെയ്യാൻ റെഡിയാ, അത് ആ രീതിയിൽ നമ്മൾ ചെയ്യണം. 5 കൊല്ലത്തെ ഒരു പദ്ധതി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സോ ദാറ്റ് ഈസ് മേക്ക് ദ ആക്റ്റീവ് അപ്ലൈൻ എ പാർട്ട്ണർ ഓഫ് യുവർ ഡ്രീംസ് ആൻഡ് ഗോൾസ്. പിന്നെ ഈ സിസ്റ്റം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കുറച്ച് വർക്ക് എത്തിക്സ് ഉണ്ട്. നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ അവിടെ ഒരു പ്രവർത്തന സമയമുണ്ട്, തോന്നിയ പോലെ വന്നു പോകാനൊന്നും പറ്റില്ല. ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ താൻ അവിടെ ഓഫീസിൽ ഉണ്ടാവണം എന്ന് അവർ പറയും, ശരിയല്ലേ? അതുപോലെ നമുക്ക് ഇവിടെ എന്ത് വേണം? ഒരു വർക്ക് എത്തിക്സ് വേണം. ആ വർക്ക് എത്തിക്സ് എന്താണ്? മിനിമം ഒരാഴ്ചയിൽ 7 തൊട്ട് 10 മണിക്കൂറെങ്കിലും നിങ്ങൾ RCMന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇത്രയെങ്കിലും സത്യസന്ധമായിട്ട് ഡെഡിക്കേഷനോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നു, ഇന്ന് നമുക്ക് ഈ സിസ്റ്റം ഉപേക്ഷിച്ച് പോവാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 7 തൊട്ട് 10 മണിക്കൂർ ആഴ്ചയിൽ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതുപോലും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് ഈ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇത് പൊസിഷൻ ആയവർക്കും ബാധക. ഞാനൊരു പൊസിഷനായി, ഇനി ഞാൻ ഇത്രയും മണിക്കൂർ ചെലവഴിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയും ഇല്ല. കാരണം അടുത്ത പൊസിഷനിലേക്ക് പോകണമെങ്കിൽ ഇത്ര മണിക്കൂർ ചെലവാക്കിയാൽ പോലെ ഇതിനേക്കാളും കൂടുതൽ ചെലവാക്കണം. അപ്പൊ മിനിമം മിനിമം 7 തൊട്ട് 10 മണിക്കൂറെങ്കിലും ഒരാഴ്ച നിങ്ങൾ ചെലവാക്കുന്നുണ്ടോ RCMന് വേണ്ടിയിട്ട്? നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക. മിനിമം, ബെയർ മിനിമം. ഇനി അതുപോലും ഇല്ലെങ്കിൽ ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ, എന്തിനാണ് ഇവിടെ പൂരം കാണാതിരിക്കുന്നത്? എന്ത് കാണാനിരിക്കുന്നത്? കാരണം അതിനൊരു അർത്ഥമില്ല. നിങ്ങൾ ഇതിനും കുറഞ്ഞിട്ടാണ് നിങ്ങൾ RCMൽ ചെലവഴിക്കുന്നതെങ്കിൽ അതിനൊരു അർത്ഥമില്ല. വെറുതെ, ഇറ്റ്സ് വേസ്റ്റ് ഓഫ് ടൈം. പിന്നെ 4 മീറ്റിംഗ് പോയി അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇത് കൂട്ടില്ല. ഞാൻ പറയുന്നത് ഫീൽഡിലുള്ള സമയം ഞാൻ പറയുന്നത്, പുതിയ ആൾക്കാരെ കാണാൻ, നിങ്ങൾ പോയി ഹോം മീറ്റിംഗ് എടുക്കാൻ, നിങ്ങൾ ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ 1-on-1 ആയിട്ട് ആൾക്കാരെ കാണുന്നു, ആ സമയം ഞാൻ കൂട്ടിക്കണേ. അല്ലാതെ നിങ്ങൾ പോയിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയമല്ല ഞാൻ കൂട്ടിക്കണം. അതൊക്കെ നിങ്ങളുടെ സെൽഫ് ഡെവലപ്മെന്റിനുള്ള കാര്യം ഞാൻ പറയാം. വർക്ക് എത്തിക്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയില്ല, നിങ്ങൾ കാണുന്നത് നിങ്ങൾ കേൾക്കുന്ന പ്രവൃത്തിയിലല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വേണ്ട കാര്യങ്ങളാണ്. 7 തൊട്ട് 10 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ ഒരാഴ്ച RCMന് വേണ്ടി പ്രവർത്തിക്കണം.
അതായത് നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും പ്രയോജനകരമാവുന്ന രീതിയിൽ പ്രവർത്തിക്കണം. കേൾക്കണം, കാണണം എന്നല്ല ഞാൻ പറയുന്നത്, പ്രവർത്തിക്കണം. സോ മിനിമം 7 to 10 hours നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, എല്ലാ ദിവസവും വ്യക്തിത്വ വികാസത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുക. പേഴ്സണൽ ഡെവലപ്മെന്റ് എവറി ഡേ, വായനയിലൂടെയോ വീഡിയോസ് കാണുന്നതിലൂടെയോ എന്തെങ്കിലും ഒരു നല്ല കാര്യം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയോ വ്യക്തിത്വ വികാസം, അത് ശാരീരികമാവാം മാനസികമാവാം, ഇത് രണ്ടും നമുക്ക് അത്യാവശ്യമുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ മാറ്റിമറിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഡെയിലി ഏർപ്പെടണം. ടിൽ 6 months ഡു നോട്ട് ജഡ്ജ് യു ഓർ അതേഴ്സ്. കൺസിഡർ 6 months ആസ് എ ട്രെയിനിങ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ സിസ്റ്റത്തിൽ നിങ്ങൾ വന്നു, കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിലെ ഏറ്റവും മികച്ച ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. പക്ഷേ ആദ്യത്തെ ഒരു 6 മാസം നിങ്ങളുടെ ഉള്ളിൽ പലതരത്തിലെ ചിന്തകൾ വരും. ഇത് എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നുള്ളത്. അത്തരം ചിന്തകൾക്ക് ഈ 6 മാസം നിങ്ങൾ ചെവി കൊടുക്കരുത്. അങ്ങനത്തെ ചിന്തകൾ വരും, പക്ഷെ ആ ചിന്തകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? ചെവി കൊടുക്കരുത്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല, ജഡ്ജ് ചെയ്യരുത്. നിങ്ങളെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാരും ജഡ്ജ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? അവരും ഈ ട്രെയിനിങ് പീരീഡിലൂടെ കടന്നു പോവാ. ആ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾ പെർമനന്റ് ആവും. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ വിഷൻ ശരിക്കും കിട്ടി തുടങ്ങുള്ളൂ. അത് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ ഒന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ്. ആ സമയത്ത് ഒരുപാട് തെറ്റ് പറ്റും. ആ തെറ്റ് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുകളിൽ വന്ന അപ്ലൈനും പറ്റും. കാരണം എന്താ? അയാൾ ജോയിൻ ചെയ്ത് 10 ദിവസം കഴിഞ്ഞാൽ നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ചേ. അപ്പൊ ആ തെറ്റുകളൊക്കെ ആൾക്കുണ്ടാവും. അപ്പൊ ആദ്യത്തെ 6 മാസം നിങ്ങൾ ആരെയും ജഡ്ജ് ചെയ്യരുത്, വിലയിരുത്തരുത്, കണ്ണടച്ചൊരു തീരുമാനം അവരെ പറ്റിയിട്ട് എടുക്കരുത്. സ്വന്തമായിട്ട് ഒരു എന്താ പറയാ പ്രിജുഡൈസ്ഡ് മൈൻഡ്, അതായത് ഒരു മുൻധാരണ വെച്ച് നിങ്ങൾ പ്രവർത്തിക്കരുത്. ആദ്യത്തെ 6 മാസം നിങ്ങൾ ഫ്രീ ആവുക. അവിടെ നിങ്ങളുടെ ഗോൾ ഒന്ന് മാത്രമാണ്, അറിവ് നേടുക, ആറ്റിറ്റ്യൂഡ് മാറ്റുക, സ്കില്ല് കൂട്ടുക. ഈ കാര്യങ്ങളിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. അതിന് തടസ്സമാവുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾ ഉപേക്ഷിക്കുക. ആരെ പറ്റിയിട്ടും ഒരു തരത്തിലുള്ള ധാരണയും നിങ്ങൾ ആ സമയത്ത് ഉണ്ടാക്കണ്ട. എല്ലാവരും പുതിയ ആൾക്കാരാന്ന് വിചാരിക്കുക. നിങ്ങളുടെ കൂടെ വന്ന ആൾക്കാർ പുതിയ ആളാ, നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല, പിന്നെയാണ് ആൾക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ 6 മാസം നമ്മൾ ആരെ പറ്റിയിട്ടും ഒരു രീതിയിലും ഒരു തരത്തിലുള്ള ധാരണകളും നമ്മൾ എന്താ പറയാ ചിന്തിക്കരുത്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മുൻവിധിയും നമ്മൾ ഉണ്ടാവരുത്. 6 മാസം കഴിഞ്ഞ് നിങ്ങൾ തീരുമാനിച്ചു അവരുടെ കാര്യത്തിൽ. പക്ഷെ ആദ്യത്തെ 6 മാസം അവർക്ക് വളരാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കണം. നമുക്കും വളരാനുള്ള കാര്യങ്ങൾ നമ്മൾ തേടി പിടിക്കണം. മനസ്സിലാവണ്ട? അതിലായിരിക്കും നമ്മുടെ ഫോക്കസ്. അവിടെ നമ്മളെ കുറച്ച് കാണരുത്, ചെറുതായിട്ട് കാണരുത്. ഓ, സാറിന് പറ്റും, സാറൊക്കെ നല്ല കഴിവുള്ള ആളാണ്, എനിക്കതൊന്നും പറ്റില്ല. ഈ സിസ്റ്റത്തില് 99% ആൾക്കാരും അധികം കഴിവില്ലാത്ത ആൾക്കാരാണ്. തെറ്റായിട്ട് എടുക്കരുത്. കഴിവില്ലാത്ത ആൾക്കാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അസാധാരണ തരത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പലതൊക്കെ കഴിവില്ലാത്ത ആൾക്കാരാണ് ഈ സിസ്റ്റത്തിൽ വന്ന് വിജയിച്ചിരിക്കുന്നത്. ഈ സിസ്റ്റത്തിൽ വിജയിച്ചതാണ് അവരുടെ കഴിവ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മളെ ഒരാളുമായിട്ട് കമ്പയർ ചെയ്യരുത്, ഒരാളുമായിട്ട് കമ്പയർ ചെയ്യരുത്. നമ്മൾ ഈ സിസ്റ്റത്തിൽ വന്ന് നമ്മൾ നമ്മുടെ രീതിയിൽ വർക്ക് എത്തിക് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക, വളരാനുള്ള സാഹചര്യങ്ങളിൽ വളരുക. തളരാൻ ശ്രമിപ്പിക്കുന്ന അല്ലെങ്കിൽ തളർത്താൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ മുന്നിലും നമ്മൾ വളർച്ചയുടെ പാതയിലേക്ക് നടക്കുക. 7 to 10 മണിക്കൂർ മിനിമം ഒരാഴ്ച നമ്മൾ ആർസിമിന് വേണ്ടി നിക്ഷേപിക്കുക. ഡു നോട്ട് ജഡ്ജ്. ആരും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അവരുടേതായ കഥകളുണ്ട്, അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്, അവരുടേതായ സാഹചര്യങ്ങളുണ്ട്. അവരങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സാഹചര്യമാണ് അവരെ കൊണ്ട് സംസാരിക്കുന്നത്. ഒരാളും വ്യക്തിപരമായിട്ട് മോശമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവരും നല്ല ആൾക്കാരാണ്. ആ സാഹചര്യമോ ആ സന്ദർഭമോ ആണ് അവരെ മോശമായിട്ട് പെരുമാറുന്നത്. അതുകൊണ്ട് ആ സമയത്ത് ആദ്യത്തെ 6 മാസം സമയം കൊടുക്കുക. ഒരു ചെടി വളരാൻ കുറച്ച് സമയം എടുക്കില്ലേ? നമ്മൾ എല്ലാ ദിവസം ചെന്ന്, എടാ നിനക്ക് ഞാൻ വെള്ളം തരുന്നില്ലേ, ഇന്നലെയും വെള്ളം തന്നില്ലേ, മിനിഞ്ഞാന്നും വെള്ളം തന്നില്ലേ, മിനിഞ്ഞാന്നും നട്ടിട്ട് ഇന്ന് വരെ നീ ഒരു പ്രോഗ്രസ് കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ നടക്കുവോ? ഇല്ല. ഓരോ ചെടി വളരാൻ അതിൻ്റെതായ സമയം എടുക്കും. അതിന് വേണ്ട വെള്ളവും അതിന് വേണ്ട സൂര്യപ്രകാശം അതിന് വേണ്ട വളവും കൊടുത്തുകൊണ്ടിരിക്കാൻ ഉത്തരവാദിത്വം നമുക്കുള്ളൂ. അപ്പൊ ആരും ജഡ്ജ് ചെയ്യരുത്. ഇതുപോലെ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ട സൂര്യപ്രകാശവും വെള്ളവും വളവും ഒക്കെ നമ്മൾ എടുക്കുക. ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ വളരും, തീർച്ചയായിട്ടും വളരും. ഈ സിസ്റ്റത്തിൽ വന്നിട്ട് തളർന്ന ഒരാളില്ല. അവര് ബിസിനസ്സിൽ ചിലപ്പോൾ വിജയിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഈ സിസ്റ്റം കൊണ്ടുവന്നു, അതെനിക്ക് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടിൽ 6 months ആരും ജഡ്ജ് ചെയ്യാൻ പോണ്ട, ആരും നമ്മൾ മോശമായിട്ട് കാണാനും പോണ്ട. 6 മാസത്തെ കാലാവധി ഒരു ട്രെയിനിങ് പീരീഡാണ്. അത് കഴിഞ്ഞാലും നമ്മൾ പെർമനന്റ് ആവുള്ളൂ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഫസ്റ്റ് ഫോക്കസ് ഈസ് യുവർ സക്സസ്. ഫസ്റ്റ് ഫോക്കസ്, ആദ്യത്തെ 90 ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ സിസ്റ്റത്തിൽ ഒരു ഓപ്പണർ ആയിട്ട് മാറുക എന്നുള്ളതാണ്. ഫസ്റ്റ് 90 days ബി ആൻ ഓപ്പണർ. ഓപ്പണർ ആവാനുള്ള പരിപാടി നമ്മൾ ചെയ്യണം.
നമ്മുടെ സക്സസ് കണ്ടിട്ടേ നമ്മുടെ ടീമിലെ ആൾക്കാർ വരുള്ളൂ. നിങ്ങൾ വിജയിക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരാളും വരില്ല, ഇനി വന്ന ആൾക്കാർ നിലനിൽക്കൂല. അപ്പൊ ഫസ്റ്റ് ഉത്തരവാദിത്തം എന്താ? നിങ്ങൾ നിങ്ങളെ വിജയിപ്പിച്ച് കാണിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് ഫോക്കസ് ഈസ് ടു ഡ്യൂപ്ലിക്കേറ്റ് യുവർ സക്സസ് ടു ഡൗൺ ലൈൻ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിജയത്തെ നിങ്ങളുടെ ഡൗൺ ലൈനിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. നിങ്ങൾ ചെയ്ത അതേ കാര്യം നിങ്ങളുടെ ഡൗൺ ലൈനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അയാളെ വിജയിപ്പിക്കുക. പക്ഷെ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ വിജയിക്കണം. അല്ലാതെ നിങ്ങൾ എവിടെ എത്താതെ നിങ്ങൾ ഡൗൺ ലൈനെ വിജയിപ്പിക്കാൻ മാത്രം തുടക്കത്തിൽ നോക്കല്ല വേണ്ടത്. കാരണം തുടക്കത്തിലല്ല നമുക്കത് ആവശ്യം. നമുക്ക് ഈ ബിസിനസ്സിൽ ഒരു തഴക്കവും മഴക്കവും വന്നാലാണ് നമ്മൾ ആ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. കാരണം അപ്പോഴാണ് ലീഡർഷിപ്പ് മെന്റാലിറ്റി വരില്ല. ആ ലീഡർഷിപ്പ് മെന്റാലിറ്റിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആൾക്കാരെ വളർത്താൻ നോക്കേണ്ടത്. പക്ഷെ ആദ്യം ഈ സിസ്റ്റത്തിൽ തുടക്കത്തിൽ 90 ദിവസം നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ വളരാൻ നോക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെ വളർത്താനുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് കൊടുക്കേണ്ടത്. കാരണം നിങ്ങൾ വളരാത്തോളം കാലം നിങ്ങളുടെ കൂടെ ഒരാളും വരില്ല. പക്ഷെ നിങ്ങൾ വളർന്നു നോക്കിയേ, നിങ്ങൾ പറയണ ചേച്ചി 90 ദിവസം കൊണ്ട് ഞാൻ ഓപ്പണറായി, ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് 3 പടവുകൾ ഞാൻ കയറി. ഞാൻ പറയുന്നു ചേച്ചിക്ക് എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഞാൻ കാണിച്ചു തരാം. ഈ വരുമാനം ഞാൻ ചേച്ചിക്ക് അടുത്ത 90 ദിവസം കൊണ്ട് കൊണ്ടുവരാം. പക്ഷെ നിങ്ങൾ വിജയിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മറ്റൊരാളോട് ഇത് പറയാൻ പറ്റില്ല. So first focus is your success. Second focus is to duplicate your success to downline. If you are not successful, no one will want to join with you. നിങ്ങൾ സക്സസ്ഫുൾ അല്ലെങ്കിൽ ആരും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ എന്ത് ചെയ്യില്ല? ആഗ്രഹിക്കില്ല. സോ ഫസ്റ്റ് 90 ഡേയ്സ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനി ഇന്നത്തെ ഈ ഒരു സെഷന്റെ ഒരു ചെറിയൊരു സമ്മറിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഫസ്റ്റ് മെയിൻ പോയിന്റ്, നിങ്ങളൊരു പ്രൊഫഷണൽ ലെവലിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. ഒരു വിട്ടുവീഴ്ച അതിൽ ചെയ്യരുത്. യൂസ് 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 യൂസ്. നിങ്ങളുടെ PV യാതൊരു തരത്തിലെ അധ്വാനമില്ലാതെ കൂട്ടാൻ പറ്റുന്ന ഏക പരിപാടി RCM ഉണ്ടെങ്കിൽ അത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, യൂസ് ചെയ്യുക, യൂസ് ചെയ്യുക. എല്ലാവരും വീട്ടിൽ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് കുടുംബസമേതം ഇരുന്ന് ഓരോ പേജും മറിക്കുമ്പോൾ ഭാര്യയോടോ അമ്മയോടോ അച്ഛനോടോ കുട്ടികളോടോ ചോദിക്കുക, നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇത് ഒരു വട്ടമെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ PV കൂട്ടാൻ ഇതിനും പരമായിട്ടുള്ള ഒരു സംവിധാനം വേറെ ഇല്ല. മാർക്കറ്റിംഗ് പ്ലാൻ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഓരോ പ്രൊഡക്റ്റും നമുക്ക് ആവശ്യമുള്ളൂ. ആവശ്യമില്ലാത്ത ഒന്നും മാർക്കറ്റിംഗ് പ്ലാൻ ബുക്കിൽ കൊടുത്തിട്ടില്ല. സോ യൂസ് ഓൾ പ്രൊഡക്ട്സ്. നിങ്ങൾ എത്ര ഉൽപ്പന്നം ഉപയോഗിക്കുന്നുവോ അത്രത്തോളം ആ ഉൽപ്പന്നങ്ങളുമായിട്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നിങ്ങൾ ആ ഉൽപ്പന്നവുമായിട്ടുള്ള പരിചയമാണ് നിങ്ങളുടെ അനുഭവമായിട്ട് മാറുന്നത്. ആ അനുഭവമാണ് സെയിലായിട്ട് മാറുന്നത്. ആ സെയിലാണ് നിങ്ങളുടെ പോക്കറ്റിലേക്ക് കാശ് തരുന്നത്. എല്ലാവർക്കും എല്ലാ ഉൽപ്പന്നങ്ങളും വേണ്ടി വരില്ല. പക്ഷേ നമ്മൾ എല്ലാവരും പോയി കാണും. ആ എല്ലാവർക്കും എല്ലാം ആരെങ്കിലും ഒക്കെ ആയിട്ട് വേണം. അതിന് നമുക്ക് പാകം ചെയ്യാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിരിക്കണം. യൂസ് ഓൾ പ്രൊഡക്റ്റ് റിഗാർഡ്ലെസ് ഓഫ് വെദർ യു നീഡ് ഇറ്റ് ഓർ നോട്ട്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു വട്ടം നമ്മൾ ഉപയോഗിച്ചിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ അത് നേരിട്ട് ഉപയോഗപ്പെടില്ല, പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കൊടുക്കാൻ സാധിക്കും. യൂസ് ഓൾ പ്രൊഡക്ട്സ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ബിൽഡ് എ കസ്റ്റമർ നെറ്റ്വർക്ക്. തുടക്കത്തില് ചിലപ്പോൾ എല്ലാവർക്കും പറഞ്ഞ പണിയല്ല ടീം ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, 10 കസ്റ്റമറിനെ എങ്കിലും നിങ്ങളുടെ ടീമിൽ കൊണ്ടുവരാന്നുള്ളത്. അതിനാർക്കും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ടീം ബിൽഡ് ചെയ്യാനാണ് പല ആൾക്കാർക്കും ബുദ്ധിമുട്ട്. പക്ഷേ ഒരു കസ്റ്റമർ ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച നമ്മളെ അനുഭവങ്ങൾ പറഞ്ഞാൽ മതി. മിനിമം ഒരു 10 പേര് 2000 രൂപ വെച്ച് വീട്ടിലേക്ക് മേടിക്കുകയാണെങ്കിൽ, 2000 PVയുടെ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഒരു 20,000 PV ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയി. ശരിയല്ലേ? വിച്ച് ഈക്വൽസ് ടു നിങ്ങൾക്ക് ബിഗിനർ ആവാനുള്ള ഒരു അവസരം ഉണ്ട്. സോ ഇതാർക്കും ചെയ്യാൻ പറ്റും. ടീം ബിൽഡ് ചെയ്യാൻ ചിലപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് അത്രയൊന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ അവർക്ക് അത്രയൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഒരു കസ്റ്റമർ നെറ്റ്വർക്കിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. മിനിമം ഒരു 10 പേരെങ്കിലും നിരന്തരമായിട്ട് നിങ്ങളുടെ നിന്ന് സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തു. അതാണ് ടീം ബിൽഡിങ്ങിന്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. ബിൽഡ് എ കസ്റ്റമർ നെറ്റ്വർക്ക്. അടുത്തതാണ് കണ്ടിന്യൂസ് പ്ലാൻ പ്രസന്റേഷൻ എവരി ഡേ. എല്ലാ ദിവസവും ഒരാളുടെ അടുത്ത് നമ്മൾ RCMന്റെ പ്ലാൻ എന്ന് പറയും. പ്ലാൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് പ്ലാനും ട്രഡീഷണൽ മാർക്കറ്റും ഡയറക്ട് മാർക്കറ്റും തമ്മിലുള്ള വില വ്യത്യാസം. ഒരു 10 ഉൽപ്പന്നങ്ങളുടെ വില വ്യത്യാസം ആ ട്രഡീഷണൽ മാർക്കറ്റിന് RCM എന്ന് മാറുമ്പോൾ ഗുണം ഉണ്ടാവുന്നത് എന്തൊക്കെയാണ്? തുടക്കത്തിൽ അത്ര പറഞ്ഞാൽ മതിയെന്നേ. പിന്നീട് വരുമാനത്തിലേക്ക് നമ്മൾ കടന്നാൽ മതി. ഫസ്റ്റ് തിങ് എന്താ? അവരെ കൊണ്ട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് ഈ മാർക്കറ്റിംഗ് പ്ലാൻ മതി. ആ മാർക്കറ്റിംഗ് പ്ലാൻ പറഞ്ഞതിന് ശേഷം
അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങിയതിനു ശേഷം ഒരു കാരണവശാലും അവിടെ ഇൻകം പ്ലാൻ പറയാതെ നമ്മൾ പോരരുത്. ഇൻകം പ്ലാൻ അവിടെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, നമ്മൾ ഈ ഉൽപ്പന്നങ്ങളുടെ വില വ്യത്യാസം പറഞ്ഞു, നമ്മൾ അയാളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, അയാൾ സാധനങ്ങളൊക്കെ വാങ്ങി, നിങ്ങൾ MRPക്ക് ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ കൊടുത്തു, രണ്ടാമത്തെ വട്ടവും നിങ്ങൾ MRPക്ക് കൊടുത്തു, മൂന്നാമത്തെ വട്ടത്തിനുള്ളിൽ ആരെങ്കിലും ആളുടെ അടുത്ത് വന്ന് RCM പറയുമ്പോൾ അയാൾ പറയും ഞാൻ ഓൾറെഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ടെന്ന് പറയും. അപ്പൊ ആള് ചോദിക്കും നിങ്ങൾ ഡിസ്കൗണ്ടിനാണോ വാങ്ങുന്നത് ചോദിക്കും. അപ്പൊ ആള് പറയും അല്ല, ഞാൻ MRPക്കാ വാങ്ങുന്നത്. അപ്പൊ അയാൾ പറയും ഇവിടെ ഡിസ്കൗണ്ട് കിട്ടാനുള്ള ഒരു അവസരം ഉണ്ട്, ഇവിടെ ഒരു എക്സ്ട്രാ വരുമാനത്തിന്റെ ഒരു അവസരം, അത് പറഞ്ഞു തന്നോ ചോദിക്കും. അപ്പൊ പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറയും. ഇയാൾ അത് പറയുമ്പോൾ അയാൾ വിചാരിക്കും എന്നോട് മുന്നേ ഇത് പറഞ്ഞ ആൾ ഇത് പറഞ്ഞു തന്നിട്ടില്ല എന്ന് വെച്ചാൽ അയാൾ സ്വാർത്ഥമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റത്തെ യൂട്ടിലൈസ് ചെയ്യുന്നത്, ഞാൻ ഇന്ന് ഇദ്ദേഹത്തിന്റെ കൂടെ ജോയിൻ ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ നല്ലൊരു ഏരിയയിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അപ്പൊ അതുകൊണ്ട് എവിടെ നിങ്ങൾ മാർക്കറ്റിംഗ് പ്ലാൻ പറയുന്നോ അവിടെ നിങ്ങൾ ഇൻകം പ്ലാൻ പറഞ്ഞിരിക്കണം. എല്ലാവരും ഒന്നും ബിസിനസ് ചെയ്യില്ല, പക്ഷേ അത് പറഞ്ഞാൽ ഒരു ഗുണം എന്താ വെച്ചാൽ എപ്പോഴെങ്കിലും അയാൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ അയാൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അറ്റൻഡ് ഓൾ ഫങ്ഷൻസ്, ട്രെയിനിങ്സ് ആൻഡ് മീറ്റിംഗ്. അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്ര ഫംഗ്ഷനും ട്രെയിനിങ്ങും മീറ്റിങ്ങും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. എല്ലാ ദിവസവും പോകണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ പറ്റുന്നിടത്തൊക്കെ നമ്മൾ പോവുക. ആ ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. ഇപ്പൊ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനം വന്നു, അവിടെ ഒരു 2 ദിവസം മുന്നേ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി ഒന്ന് വർക്ക് ചെയ്താൽ, കുറച്ച് പേരെങ്കിലും നിങ്ങൾക്ക് ആ ഷോപ്പ് ഉദ്ഘാടനത്തിൽ കൊണ്ടുവന്നാൽ അവിടെ മൂർത്തി സാറോ രാജൻ സാറോ ഗിരീഷ് സാറോ സജീവ് സാറോ ആരെങ്കിലും വരികയാണെങ്കിൽ അവരുടെ ക്ലാസ് കേട്ട് അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. അതിന് സഹായകരമാവും അത്. അപ്പൊ നിങ്ങളുടെ പണി സത്യം പറഞ്ഞാൽ കുറയാണ് ചെയ്യുന്നത്. അപ്പൊ എവിടെയാണോ ഷോപ്പ് ഉദ്ഘാടനങ്ങൾ വരുന്നത്, എവിടെയാണോ വലിയ വലിയ മീറ്റിംഗ് വരുന്നത്, 2 ദിവസം മുന്നേ അവിടെ പോയിട്ടൊന്ന് വർക്ക് ചെയ്ത് അവിടെ ഒരാളെ എത്തിക്കാൻ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിജയത്തിന് കാരണമായിട്ട് മാറും. ഇപ്പൊ ഈ മാസം 26-ാം തീയതി കോഴിക്കോട് എൻ്റെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, കേസരി ഭവനിൽ ഫയറപ്പ്. ആർക്ക് വേണമെങ്കിലും അവിടെ ആൾക്കാരെ കൊണ്ടുവരാം, ആർക്ക് വേണമെങ്കിലും. ഇപ്പൊ ഈ ഡേറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, ഒരു ദിവസം ഇവിടുന്ന് കോഴിക്കോടിലേക്ക് വണ്ടി കയറുക, അതിന് എത്ര ചെലവ് വരും? അവിടെ ചെന്ന് ആ ഏരിയയിൽ കുറച്ച് വർക്ക് ചെയ്തിട്ട് അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള 2-3 പേരെ കണ്ടുപിടിച്ച് അവരോട് പറയും 26-ാം തീയതി ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, ഞാൻ എന്തായാലും അതിലേക്ക് വരുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാം. ആ ക്ലാസ് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കും. അത് എന്റെ ഉറപ്പാണ്, അത് എനിക്ക് തരാൻ പറ്റുന്ന ഉറപ്പാണ്. അറ്റൻഡ് ഓൾ ഫംഗ്ഷൻസ്, ട്രെയിനിങ്സ് ആൻഡ് മീറ്റിംഗ്. ഫംഗ്ഷനുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ടീം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ട്രെയിനിങ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളെ ഡെവലപ്പ് ചെയ്യാനും ആ ട്രെയിനിങ്ങിന് കിട്ടിയ അറിവ് വെച്ച് മറ്റൊരു ആളെ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ആൻഡ് മീറ്റിംഗ്സ്, അതെന്തെങ്കിലും നിങ്ങളുടെ സ്കില്ല് കൂട്ടാൻ വേണ്ടി. ആ മീറ്റിംഗ്സ് ആരെടുക്കണം? നമ്മൾ എടുക്കണം. ഹോം മീറ്റിംഗ് എടുക്കാൻ എപ്പോഴും ലീഡർ വരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിൽ എത്രത്തോളം അറിവുണ്ടോ ആ അറിവ് വെച്ച് നമ്മൾ കീച്ചുക, അത്രേ ഉള്ളൂ. കാരണം നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആൾക്കാർക്ക് കിഡ്സ് എന്താണെന്ന് അറിയില്ല, RCMന്റെ റെവിറ്റ് ഓൾ പർപ്പസ് സോപ്പ് എന്ത് ചെയ്യുന്ന അറിയില്ല, സെൻസേഷൻ എന്ത് ചെയ്യുന്ന അറിയില്ല, നീം എന്ത് ചെയ്യുന്ന അറിയില്ല. അത് ആർക്കറിയാം? നിങ്ങൾക്കറിയാം. അത് പറഞ്ഞാൽ മതിന്നേ. ഒരു 10 ഉൽപ്പന്നത്തെ പറ്റിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അതിനൊരു ലീഡർ വരേണ്ട ആവശ്യമില്ല. നമ്മൾ പോയി ഹോം മീറ്റിംഗ് എടുക്കുക, നമ്മൾ പയറ്റി തെളിയുക. ഡെയിലി ഇംപ്രൂവ്മെന്റ് ഇൻ ആറ്റിറ്റ്യൂഡ്, നോളജ് ആൻഡ് സ്കിൽ. ഡെയിലി ഇംപ്രൂവ്മെന്റ്, ഡെയിലി 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 നമ്മൾ അത് കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് ടീം. നിങ്ങളുടെ ടീമിന്റെ ഉത്തരവാദിത്തം നിങ്ങളുടേതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അവരുടെ ഭാഗത്തുനിന്ന് തുടക്കത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ ക്ഷമിക്കാനും അതിനെ പരിഹരിക്കാനും അത് തിരുത്തി കൊടുക്കാനുമുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. അല്ലാതെ അത് താൻ ചെയ്തു ഇനി താൻ തന്നെ നോക്കിക്കോ, അതല്ല. അതൊരു നല്ല ലീഡറിന് ചേർന്ന പരിപാടിയല്ല. അയാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് ശകാരിച്ചോളൂ, നോ പ്രോബ്ലം. പക്ഷെ ശകാരം എന്ന് പറയുന്നത് ഒറ്റയ്ക്കായിരിക്കണം, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഉള്ളപ്പോഴല്ല. ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ടീം. അവരുടെ സന്തോഷത്തിലും കൂടെ ഉണ്ടാവണം, അവരുടെ ദുഃഖത്തിലും കൂടെ ഉണ്ടാവണം. അവരുടെ സന്തോഷത്തിൽ അവരുടെ മുന്നിലല്ല ഉണ്ടാവണം, അവരുടെ പിന്നിലുണ്ടാവണം. കാരണം അവരുടെ നേട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടതും ആഘോഷിക്കപ്പെടേണ്ടതും അവരാണ്. അപ്പോൾ അവിടെ നമ്മൾ പിന്നിലുണ്ടാവുക, അവർക്ക് ക്രെഡിറ്റ് കൊടുക്കുക, അവരുടെ വിജയത്തിന് അവർ ക്രെഡിറ്റ് കൊടുക്കുക. അവർ ചെയ്യുന്ന പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾക്കോ ആ ക്രെഡിറ്റ് നമ്മൾ എടുക്കുക. അത് എന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ചയാണ്, ഞാൻ നോക്കിക്കോളാം. പക്ഷെ അവരെ തിരുത്താനുള്ള ഉത്തരവാദിത്വം എന്തുണ്ട്? നമുക്കുണ്ട്. ആൻഡ് എഡിഫൈ അപ്ലൈൻ ആൻഡ് ഓർഗനൈസേഷൻ. നിങ്ങളുടെ അപ്ലൈനിനെയും നിങ്ങളുടെ ലൈൻ ഓഫ് സ്പോൺസേഴ്സിനും എന്ത് ചെയ്യുക? എഡിഫൈ ചെയ്യുക. പൊക്കി പറയാ, അടിച്ചു കയറ്റി വിടുക എന്നല്ല ഞാൻ പറയുന്നത്. എന്താണോ നല്ലതുള്ളത് ആ നല്ലതിനെ പറ്റി പറഞ്ഞാൽ മതി. ഏത് ആളോട് സംസാരിക്കുമ്പോൾ പറയാം, എന്റെ ലീഡർ എപ്പോഴും പറയാം. ഇപ്പൊ ഇന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ മിനിമം 10 വട്ടെങ്കിലും ഓരോ ലീഡേഴ്സിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സജീവ് സാറ് പറഞ്ഞിട്ടുണ്ട്, ഗിരീഷ് സാറ് പറഞ്ഞിട്ടുണ്ട്, രാജൻ സാറ് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. ശരിയല്ലേ? എന്തുകൊണ്ടാ? കാരണം അവരെ എഡിഫൈ ചെയ്യുമ്പോഴാണ് എന്റെ ബിസിനസ് വളരുള്ളൂ. അവരെ എഡിഫൈ ചെയ്യണം. എനിക്ക് മുകളിലും നല്ല കഴിവുള്ള അറിവുള്ള ആൾക്കാരുണ്ട്, അത്തരം ആളായിട്ട് നിങ്ങൾ മാറണം എന്നുള്ളൊരു സന്ദേശം എനിക്ക് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ അതിനെന്ത് വേണം? ഞാൻ എന്റെ ലീഡേഴ്സിനെ എഡിഫൈ ചെയ്യണം, ഞാൻ എന്റെ ഓർഗനൈസേഷനെ എഡിഫൈ ചെയ്യണം, സിസ്റ്റത്തിനെ എഡിഫൈ ചെയ്യണം. അങ്ങനെ എഡിഫൈ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഫോളോ ദ സിസ്റ്റം. എന്താണോ നമുക്ക് സിസ്റ്റം തന്നിരിക്കുന്നത് ആ സിസ്റ്റം ഫോളോ ചെയ്യുക. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സ് ഫോളോ ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ടൂൾസ് അത് ഫോളോ ചെയ്യുക. ഡ്യൂപ്ലിക്കേഷൻ ടീമിൽ കൊണ്ടുവരിക. ഡ്യൂപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത ഇതേ പ്രക്രിയയിലൂടെ തന്നെ നമ്മുടെ ടീം അംഗങ്ങളെ കൊണ്ടുപോവുക. അതിനാണ് എന്തിന്റെ ട്രെയിനിങ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട്
കൊടുക്കണ്ടേ. അപ്പൊ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതൊരു വലിയ ടോപ്പിക്കാണ്, പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞെന്താ വെച്ചാൽ ഇടയ്ക്കെങ്കിലും ഇതൊക്കെ ഒന്ന് ഓർത്തെടുക്കുന്നത് വളരെ നല്ലതാണ്. അത് ആക്റ്റീവായ ആൾക്കാരായിക്കോട്ടെ, ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരായിക്കോട്ടെ, ആക്റ്റീവ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിക്കോട്ടെ. കാരണം ആർക്ക് എപ്പോഴാണ് എന്താ പറയാ ഒരു എനർജി വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. എന്നും നമുക്ക് എനർജി കളയാനുള്ള കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ചുറ്റുവട്ടത്തും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിനെ വളർത്താനും അതിനെ കൂട്ടാനും ഇത്തരത്തിലുള്ള സൂം സെഷനുകൾ സഹായകരമാവുമെങ്കിൽ നമ്മൾ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, ട്രെയിനിങ്ങുകൾക്കും മീറ്റിങ്ങുകൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, നല്ലൊരു വ്യക്തിയായിട്ട് മാറാൻ നമ്മൾ ശ്രമിക്കുക. ബാക്കിയെല്ലാം തന്നെത്താനെ വന്നോളും. അപ്പൊ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നല്ലൊരു ദിവസം നേരുന്നു. 2026 നമ്മുടേതാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവസരങ്ങളും ഈ കമ്പനി നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ആകെ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിനെ മുറുക്കി പിടിക്കുക, ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോവുക. ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡ്, നോളേജ്, സ്കില്ല്, ഈ മൂന്ന് കാര്യങ്ങളും എല്ലാ ദിവസവും മികച്ചതാക്കാനും ഇംപ്രൂവ് ചെയ്യാനുമുള്ള അവസരം നമ്മൾ നമ്മളിൽ തന്നെ കണ്ടെത്തുക, അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നു. ജയ് ആർ സി എം, ഗുഡ് ആർ സി എം, ജയ് ഹിന്ദ്. എല്ലാവരും വിജയിക്കട്ടെ, നമുക്കും വിജയിക്കാം, ഒരുമിച്ച് വിജയിക്കാം. താങ്ക് യു.